Good afternoon, everyone. Are you all there? So let's begin our today's session. So ഇന്നലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ടോപ്പിക് നമ്മുടെ കോർപ്പറേറ്റ് റീസ്ട്രക്ചറിംഗ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. സോ ടുഡേ വി വിൽ ബി കണ്ടിന്യൂയിങ് വിത്ത് ദ ടോപ്പിക്. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞത് ടേക്ക് ഓവർ ഡിഫൻസസ് ആൻഡ് ടേക്ക് ഓവർ ഡിഫൻസസ്, റൈറ്റ്? അതിൽ പ്രീ ഓഫർ ഡിഫൻസ് ഉണ്ട്, പോസ്റ്റ് ഓഫർ ഡിഫൻസ് ഉണ്ട്. സോ ഇന്നലെ നമ്മൾ പഠിച്ചത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബിസിനസ് കോമ്പിനേഷൻസ്. മെർജർ, കൺസോളിഡേഷൻ ഇസ് ദ, and then we have acquisition of common stock and acquisition of assets. So these were the different types of business combinations, and after that we dealt with the reasons for having business combinations and the questionable reasons. You could say adine namukku merits and demerits of business combinations ennu parayam, adayirunnu discuss cheyidirunathu. So today we will be continuing with our topic takeover defenses and strategies, right? So are you all ready? Can we begin our class? Okay, yes, right. So let me just share the presentation with you. Slides കാണാൻ പറ്റുന്നില്ലേ? I hope you could see the slides. Okay, right. So the takeover നിങ്ങൾ usually if you are reading business news ഒക്കെ വായിക്കുകയാണ്, അല്ലെങ്കിൽ ബിസിനസ് ന്യൂസും സ്റ്റോക്ക് എക്സ്ചേഞ്ച് ന്യൂസസ് ഒക്കെ നിങ്ങൾ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ hopefully you may have known the term take over. So this take over means we are നമ്മൾ ഒരു കമ്പനിയുടെ മറ്റൊരു ഓർഗനൈസേഷന്റെ ഓണർഷിപ്പ് അക്വയർ ചെയ്യാണ്. വി ആർ ടേക്കിംഗ് ഓവർ. ആ ഒരു ഓർഗനൈസേഷനെ നമ്മൾ സ്വന്തമാക്കുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് ടേക്ക് ഓവർ, റൈറ്റ്? ഒന്ന് ബ്രീഫ്ലി പറയാന്നുണ്ടെങ്കിൽ, so a takeover involves a change in control from one set of shareholders to another. ഒരു സെറ്റ് ഓഫ് ഷെയർഹോൾഡേഴ്സിൽ നിന്ന് മറ്റൊരു സെറ്റ് ഓഫ് ഷെയർഹോൾഡേഴ്സിലോട്ട് കൺട്രോൾ ചേഞ്ച് ആയി പോകുന്നതിനെയാണ് നമ്മൾ ടേക്ക് ഓവർ എന്ന് പറയുന്നുണ്ടാവുക. And this technically, the takeover includes combinations where the parties to the combination negotiate the terms of the deal. Takeover is usually used to refer to a hostile takeover. So two types of takeover. Usually takeover ചിലപ്പോൾ രണ്ട് രൂപത്തിൽ നടക്കാം. ഒന്നില്ലെങ്കിൽ the parties who are engaged in this takeover, ഏത് കമ്പനിയാണോ acquire ചെയ്യുന്നത്, both companies or both organization will be negotiating the terms of this takeover. അങ്ങനെയും പരസ്പരം negotiations നടത്തിയിട്ട് ഒരു മ്യൂച്വൽ കൺസെന്റോട് കൂടിയിട്ടും ടേക്ക് ഓവർ അല്ലെങ്കിൽ അതേ ടൈപ്പ് ഓഫ് ബിസിനസ് കോമ്പിനേഷൻസ് നടക്കാം. അതർവൈസ് ഒരു ഹോസ്റ്റൈൽ ടേക്ക് ഓവറും ആകാം, വിത്തൗട്ട് ദ ഫുൾ കൺസെന്റ് ഓഫ് ദി അക്വയറിംഗ്. ഏത് ഓർഗനൈസേഷൻ ആണോ നമ്മൾ അക്വയർ ചെയ്യുന്നത്, ആ ഓർഗനൈസേഷന്റെ ഫുൾ കൺസെന്റ് ഇല്ലാതെ ഈ ടേക്ക് ഓവർ നടക്കാം. ഹൗ കം മീൻസ് ഫുൾ അല്ലാതെ മീൻസ് അതായത് ബിഹൈൻഡ് ആയിട്ട് നമ്മൾ ഷെയർ ഹോൾഡേഴ്സിനെ രഹസ്യമായിട്ട് മീറ്റ് ചെയ്തിട്ട് വി വിൽ ബി അവരായിട്ട് ഒരു ടെൻഡർ ഓഫേഴ്സ് ഒക്കെ നടത്തിയിട്ട് ചെയ്യാം. അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ വേറൊരു പാർട്ടീസിനെ വെച്ചിട്ട് കോമൺ സ്റ്റോക്ക് ഇങ്ങനെ അക്വയർ ചെയ്തിട്ടായി നമുക്ക് ടേക്ക് ഓവർ നടത്താം. വിത്തൗട്ട് ദ കൺസെന്റ് ദിസ് ടേക്ക് ഓവർ ക്യാൻ ഹാപ്പൻ. So by negotiating the terms of deal with the parties at a business combination, if it is done, it is called takeover. Usually നമ്മൾ ടേക്ക് ഓവർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടാവുക ഹോസ്റ്റൈൽ ടേക്ക് ഓവർ ആണ്. ഹോസ്റ്റൈൽ മീൻസ് വിത്തൗട്ട് ദി കൺസെന്റ് ഓഫ് ദ പാർട്ടീസ്. രണ്ട് പാർട്ടിയുടെയും കൺസെന്റ് ഇല്ലാതെ അല്ലെങ്കിൽ രണ്ടും നെഗോഷിയേറ്റ് ചെയ്തിട്ടല്ലാതെ ടേക്ക് ഓവർ നടക്കാം. So we are going to deal with the various types of takeover defenses and strategies. And before going to that, we will be learning this topic, proxy contest. Proxy എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. യൂഷ്വലി നമ്മളൊക്കെ നമ്മുടെ സ്കൂൾ ടൈംസിലൊക്കെ ചെയ്തിരുന്ന ഒരു കാര്യമാണ്. ലൈക്ക് നമ്മളിപ്പോൾ സ്കൂളിലൊക്കെ വൈകുകയാണ്, കോളേജിലൊക്കെ വൈകുകയാണെന്നുണ്ടെങ്കിൽ അറ്റൻഡൻസ് വിളിക്കുന്ന സമയത്ത് നമ്മൾക്ക് പകരക്കാരനായിട്ട് നമ്മുടെ ഫ്രണ്ടിനെ അറേഞ്ച് ചെയ്ത് വെക്കും. ദാറ്റ് ഫ്രണ്ട് വിൽ ബി ഓക്കെ നോട്ടിംഗ് ഡൗൺ മൈ അറ്റൻഡൻസ് in my place, right? So that is proxy, ഒരു പകരക്കാരൻ. So proxy is a form that a shareholder uses to give his or her voting rights to another person or persons. We know that the common shareholders will be having voting rights in the annual general body meeting. Company annual general body meeting or അല്ലെങ്കിൽ any incident in which the consent of the shareholders is required. ആ ഒരു സമയത്ത് the shareholders, usually the common shareholders, is having the right to vote.
സപ്പോസ് ഒരു കമ്പനിയാണ്, ഒരു MNC കമ്പനി ആണെന്നുണ്ടെങ്കിൽ വി നോ ദാറ്റ് ദ ഷെയർ ഹോൾഡേഴ്സ് വിൽ ബി ലൊക്കേറ്റഡ് ജോഗ്രഫിക്കലി ഡിസ്പേഴ്സ്ഡ് ആയിരിക്കും. അവർ പല പല രാജ്യങ്ങളിലായിരിക്കും ലൊക്കേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ പല പല സ്ഥലങ്ങളിലായിരിക്കും ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. സോ ഇൻ സച്ച് എ കേസ് ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ, പ്രാക്ടിക്കൽ ആയിരിക്കില്ല ടു ഓൾ ഓഫ് ദം ടു അറ്റൻഡ് ഇൻ വൺ പ്ലേസ്. ഒരു പ്ലേസിൽ എല്ലാവർക്കും അറ്റ് എ ടൈം ഇൻക്ലൂഡഡ് ആവാൻ വേണ്ടിയിട്ട് പറ്റില്ല. ദർ മേ ബി സർട്ടൻ ജോഗ്രഫിക്കൽ ആയിട്ടുള്ള ലൊക്കേഷണൽ ആയിട്ടുള്ള കുറെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇറ്റ് മേ നോട്ട് ബി പ്രാക്ടിക്കലി പോസിബിൾ, ഓർ ഇറ്റ് മേ നോട്ട് ബി പോസിബിൾ ഫോർ ദം ടു അറ്റൻഡ് ദിസ് മീറ്റിംഗ് ആസ് ആൻഡ് വെൻ റിക്വയർഡ്, റൈറ്റ്? ഇൻ സച്ച് എ കേസ് അവരുടെ വോട്ടിംഗ് എന്ത് ചെയ്യും? ദേ വിൽ അസൈൻ ദർ റൈറ്റ് ടു വോട്ട്. അവരുടെ റൈറ്റ് ടു വോട്ട് മറ്റാരെങ്കിലും ഇൻ പ്ലേസ്, അവരുടെ സ്ഥാനത്ത് മറ്റാരെങ്കിലും അത് കൊടുക്കും. സോ ദേ വിൽ ബി കാസ്റ്റിംഗ് ദ വോട്ട് ഫോർ ദ പേഴ്സൺ ഹു ഹാസ് അസൈൻഡ്, ഹു ഹാസ് ബീൻ അസൈൻഡ്. ആരുടെയാണോ എന്റെ വോട്ടിംഗ് റൈറ്റ് ആണെന്നുണ്ടെങ്കിൽ, ജസ്റ്റ് എ മൊമെന്റ്. So the person who has been named as the proxy, അല്ലെങ്കിൽ പകരക്കാരനായിട്ട് നമ്മൾ ആരെയാണോ നെയിം ചെയ്തിട്ടുള്ളത്, he will be casting the vote in my place. So this proxy is a form that a shareholder uses to give his or her voting rights. So he will be providing his or her voting rights to another person or persons. So they will be casting the vote in that shareholder's place. ഇനി പ്രോക്സി കോണ്ടെക്സ്റ്റ്, ടേക്ക് ഓവർ ഉള്ളൊരു ഒരു മെത്തേഡാണ് ഈ പ്രോക്സി കോണ്ടെസ്റ്റ്. ഈ പ്രോക്സി കോണ്ടെസ്റ്റിൽ എന്താണ് ഹാപ്പൻ ചെയ്യുന്നത് വെച്ചാൽ, ദ പൊട്ടൻഷ്യൽ അക്വയറർ അല്ലെങ്കിൽ ടേക്കിംഗ് ഓവർ ഫേം, ഏത് ഫേമാണോ ടേക്ക് ഓവർ നടത്തുന്നത് അല്ലെങ്കിൽ ഏത് ഫേമാണോ അക്വയറർ ആയിട്ടുള്ളത്, they will seek the support of the shareholders at an annual general body meeting as an alternative to making a tender offer in a hostile takeover attempt. അപ്പോൾ ഹോസ്റ്റൈൽ ടേക്ക് ഓവർ അറ്റംപ്റ്റിൽ ഒരു ടെൻഡർ ഓഫർ ആയിരിക്കും നടത്തുന്നുണ്ടാവാം. ടെൻഡർ ഓഫർ എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തുന്നല്ലേ. ടെൻഡർ ഓഫറിൽ നമ്മൾ ആ ഒരു കമ്പനിയുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ പ്രസന്റ് ഷെയർ ഹോൾഡേഴ്സിന് ഒരു ഓഫർ വെക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് ഓഫർ? ദേ വിയർ റെഡി ടു പർച്ചേസ് ദ ഷെയർസ് ഓഫ് ദാറ്റ് കമ്പനി. ആ ഒരു ഷെയർ ഹോൾഡേഴ്സിന്റെ ഹോൾഡിങ്സ് പർച്ചേസ് ചെയ്യാൻ റെഡിയാണ് അറ്റ് എ സ്റ്റേറ്റഡ് പ്രൈസ്. ഒരു സ്റ്റേറ്റഡ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാൻ റെഡിയാണെന്ന് പറഞ്ഞിട്ട് ഒരു ഓഫർ പ്രൊവൈഡ് ചെയ്യാണ്. സോ ഇങ്ങനെ ഒരു ടെൻഡർ ഓഫർ പ്രൊവൈഡ് ചെയ്യാതെ ഈ പ്രോക്സി കോണ്ടെസ്റ്റിൽ എന്തായിരിക്കും ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദാറ്റ് അക്വയറർ, ഏത് കമ്പനിയാണ് ടേക്ക് ഓവർ നടത്തുന്നത്, ദേ വാണ്ട് ടു അക്വയർ ദ സപ്പോർട്ട് ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ്. അതെങ്ങനെയായിരിക്കും? അറ്റ് ഈ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ്. ആ കമ്പനിയുടെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗിലായിരിക്കും അവർ ആ സപ്പോർട്ട് എന്താ പറയണ ചോദിക്കുന്നുണ്ടാവുക. സോ ഒരു കമ്പനി ഒരു പ്രോക്സി കോൺടെസ്റ്റ് വഴി എങ്ങനെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗിൽ ഷെയർ ഹോൾഡേഴ്സിന് ഡയറക്റ്റ് ആയിട്ട് അവരുടെ കൺസെന്റ് അല്ലെങ്കിൽ അവരുടെ ഒരു സപ്പോർട്ട് നമ്മൾ തേടുന്നതിനെയാണ് ഈ പ്രോക്സി കോൺടെസ്റ്റ് എന്ന് പറയുന്നുണ്ടാവുക. ഈ പ്രോക്സി കോൺടെസ്റ്റിൽ ഒരു ഔട്ട്സൈഡ് ഗ്രൂപ്പ്, കമ്പനിയുടെ പുറമെ ഒരു ഗ്രൂപ്പ്, ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള പാർട്ടി, ഇഫ് ദേ വാണ്ട് ടു ടേക്ക് ദ കൺട്രോൾ ഓഫ് ദ കമ്പനി, കമ്പനിയുടെ കൺട്രോൾ എടുക്കണം ത്രൂ എ പ്രോക്സി കോൺടെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ, പ്രോക്സി കോൺടെസ്റ്റ് വഴി കമ്പനിയുടെ ടേക്ക് ഓവർ നടത്തണം എന്നാണെങ്കിൽ, ദേ ഹാവ് ടു രജിസ്റ്റർ ഇറ്റ്സ് പ്രോക്സി സ്റ്റേറ്റ്മെന്റ് വിത്ത് ദി SEC. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ ഉണ്ടല്ലോ, US സ്റ്റോക്ക് മാർക്കറ്റ്സിനൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന, കമ്പനീസിനൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ബോഡിയാണ് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് കമ്മീഷൻ. ആ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് കമ്മീഷനിൽ അവരുടെ ഒരു പ്രോക്സി സ്റ്റേറ്റ്മെന്റ് അവർ രജിസ്റ്റർ ചെയ്യണം. So that means that proxy statement will be presented in the annual general body meeting of that particular company ത്രൂ SEC വഴി ഏത് കമ്പനിനെയാണ് അവർ അക്വയർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, ആ കമ്പനിയുടെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗിൽ SECയിൽ ഇവർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ പ്രോക്സി സ്റ്റേറ്റ്മെന്റ് അവിടെ റീഡ് ഔട്ട് ചെയ്യും അല്ലെങ്കിൽ അവിടെ പ്രസന്റ് ചെയ്യും. Then the shareholders can decide whether to approve this takeover or not to approve this takeover. അതിനെയാണ് ഈ പ്രോക്സി കോൺടെസ്റ്റ് എന്ന് പറയുന്നത്. ഇൻ ദി ജനറൽ ബോഡി മീറ്റിംഗ് വിത്തൗട്ട് ഓഫറിംഗ് എ ടെൻഡർ, വിത്തൗട്ട് മേക്കിംഗ് എനി ടെൻഡർ ഓഫർ, ഈ കമ്പനിയുടെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗിൽ ഈ ഒരു എന്താ പറയാ ഇങ്ങനെയൊരു സമ്മതം അല്ലെങ്കിൽ ആ ഒരു ഇന്റൻഷൻ ടു ടേക്ക് ഓവർ ദ കമ്പനി അത് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ പ്രോക്സി കോൺടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. Is it clear? Is it clear? എന്ന് പറയും. അതർ നെയിം
by which this proxy contest is known as proxy fight എന്നും കൂടെ നമ്മൾ പറയും. So and this proxy contest, you know that ഇങ്ങനെ ഒരു ടെൻഡർ ഓഫർ നടത്താതെ കമ്പനിയുടെ ജനറൽ ബോഡി മീറ്റിംഗിലാണ് നമ്മൾ ഈ പ്രോക്സി കോൺടെസ്റ്റ്, പ്രോക്സി ഓഫർ അല്ലെങ്കിൽ ഒരു അക്വയർ ടേക്ക് ഓവർ ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നുള്ളതെങ്കിൽ ഇറ്റ് ഇസ് ഡിഫിക്കൾട്ട് ടു വിൻ. അത് ജയിക്കാൻ വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും. കാരണം the management of the company is knowing, okay, that particular company is willing to take over our firm. ആ ഒരു പർട്ടിക്കുലർ കമ്പനി നമ്മുടെ ഫേമിനെ ടേക്ക് ഓവർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. they are attempting to take over എന്ന് മാനേജ്മെന്റ് വിൽ ബി നോൺ ഇൻ പ്രയർ, റൈറ്റ്? മാനേജ്മെന്റിന് നേരത്തെ കൂട്ടി അറിയാൻ വേണ്ടി പറ്റും. So what will the manager do? Management will take all the measure that it can do to defend that attempt. ആ ഒരു അറ്റംപ്റ്റിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് they will be making use of every resources they have, right? കാരണം ബിക്കോസ് ദ മാനേജ്മെന്റ് ഈസ് നോട്ട് വില്ലിങ്, ആ ഒരു ടേക്ക് ഓവറിന് മാനേജ്മെന്റ് തയ്യാറല്ല. ഇനി അങ്ങനെ ഒരു കമ്പനി പ്രോക്സി കോൺടെസ്റ്റ് വഴി ടേക്ക് ഓവർ ചെയ്യാന്നുള്ള ഒരു അറ്റംപ്റ്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ദ മാനേജർ ഹാസ് ദ നോളജ്, അവർക്ക് അതിനെക്കുറിച്ചുള്ള അറിവുണ്ടായിരിക്കും. സോ they will be making use of every resources it have to defend that attempt of takeover. Then കമ്പനിയുടെ എക്സ്പെൻസിൽ തന്നെ ഷെയർ ഹോൾഡേഴ്സിന് മെയിലിങ്സ് എഴുതിയിട്ട് ദേ ക്യാൻ മേക്ക് നോൺ, കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് ഈ ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനൊരു പോസിബിലിറ്റി ഒന്നും ആയിരിക്കില്ല ഈ പ്രോക്സി കോൺടെസ്റ്റിൽ ടേക്ക് ഓവർ ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആ ഒരു ഫേമിന് ഇല്ല. കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിനെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു പ്രൊവിഷൻ അവർക്ക് ഉണ്ടാവില്ല. ആൻഡ് ഇഫ് അത് പ്രോക്സി കോൺടെസ്റ്റ് സക്സസ്ഫുൾ ആകാം എങ്ങനെയാ? ഇഫ് ദ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദ കമ്പനി ഈസ് നോട്ട് ഹാപ്പി, ഈസ് വെരി ഡിസാറ്റിസ്ഫൈഡ് വിത്ത് ദി മാനേജ്മെന്റ് ഓഫ് ദ കമ്പനി, ആ ഒരു കമ്പനിയുടെ മാനേജ്മെന്റിന്റെ പെർഫോമൻസിൽ, മാനേജ്മെന്റ് എഫിഷ്യൻസിയിൽ ഷെയർ ഹോൾഡേഴ്സ് വളരെ ഡിസപ്പോയിന്റഡ് ആണെന്നുണ്ടെങ്കിൽ ഹോപ്പ്ഫുള്ളി ദേ വിൽ ആസ്ക് ഫോർ എ ചേഞ്ച്, ഒരു ചേഞ്ച് അവർ ആഗ്രഹിക്കും. സോ ദേ വിൽ ഗോ ഫോർ വാട്ട്? ദേ വിൽ ഗോ ഫോർ ദിസ് ടേക്ക് ഓവർ. ആ ടേക്ക് ഓവർ അവർ അപ്രൂവ് ചെയ്യും. സോ ഇറ്റ് ഡിപ്പെൻസ്, മാനേജ്മെന്റിന്റെ എഫിഷ്യൻസി അതിനെ പറ്റിയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിന്റെ പെർസെപ്ഷൻ എന്താണ് എന്നുള്ളതിനൊക്കെ അനുസരിച്ചിട്ടിരിക്കും ഈ ഒരു പ്രോക്സി കോൺടെസ്റ്റിന്റെ ചാൻസ് ടു വിൻ. So usually this proxy contest is very difficult to win because the manager will have all the resources that it has to defend against this attempt. So management shareholders ne consult ചെയ്തിട്ട് ഈ ഒരു പ്രോക്സി, ഈ ഒരു ടേക്ക് ഓവർ അറ്റംപ്റ്റിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ടുള്ള എല്ലാവിധ മെഷേഴ്സും അവർ അഡോപ്റ്റ് ചെയ്യും. സോ ദാറ്റ് ഈസ് എ പ്രോക്സി കോൺടെസ്റ്റ്, ഓൾസോ കോൾഡ് ആസ് പ്രോക്സി ഫൈറ്റ് എന്നും കൂടെ പറയും. rather than offering tender offer, കമ്പനി ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗിൽ ഡയറക്റ്റ് ആയിട്ട് ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ പ്രോക്സി കോൺടെസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? Is it clear? Can I move forward with the next slide? Okay. So the next topic, takeover defenses. Takeover defenses means we know that takeover, അതൊരു ഹോസ്റ്റൈൽ ടേക്ക് ഓവർ ആണ്. ഏത് കമ്പനിയാണോ ടേക്ക് ഓവർ ചെയ്യുന്നത് they are not willing to support the ടേക്ക് ഓവർ. ആ ഒരു ടേക്ക് ഓവറിനെ അവർ സപ്പോർട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആ ടേക്ക് ഓവറിനെ അവർ ആഗ്രഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ such takeovers is called hostile takeover. അങ്ങനെയുള്ള ടേക്ക് ഓവേഴ്സിനെ നമ്മൾ എങ്ങനെ ഡിഫെൻഡ് ചെയ്യും? ആ ഡിഫെൻഡ് ചെയ്യാൻ മീൻസ് how to avoid that takeover attempt. സോ അതിനെയാണ് നമ്മൾ പഠിക്കുന്നുണ്ടാവുക. Some companies take defensive action in advance of any bid by persuading shareholders to approve changes to the company charter known as shark repellent that make unwelcome takeovers more difficult, or by devising strategies that make the company a less attractive target. Some companies will be taking this defensive action. Chala defensive action എടുക്കും. For what? Against this takeover. Takeover against it. എങ്ങനെ? They will persuade the shareholders to make certain changes in the company's charter. കമ്പനിയുടെ ചാർട്ടറിൽ അല്ലെങ്കിൽ കമ്പനിയുടെ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ തന്നെ ചാർട്ടർ എന്ന് പറയാം, അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, ദി കീ ഡോക്യുമെന്റ്സ് ഓഫ് എ കമ്പനി, റൈറ്റ്? അല്ലെങ്കിൽ ആ ഒരു ഇൻകോർപ്പറേഷന്റെ തെളിവുകളായിട്ടുള്ള എവിഡൻഷ്യൽ ഡോക്യുമെന്റ്സ് ഉണ്ടായിരിക്കുമല്ലോ, ആ ഡോക്യുമെന്റ്സിൽ ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ട് ദേ വിൽ ബി പെർസ്വേഡിങ് ദ ഷെയർ ഹോൾഡേഴ്സ്. അങ്ങനെ ദാറ്റ് മൂവ്മെന്റ് ഇസ് കോൾഡ് ഷാർക്ക് റിപ്പല്ലന്റ് എന്ന് പറയുന്നുണ്ടാവുക. ഇങ്ങനൊരു മൂവ്മെന്റ്സ് നടത്തുന്നത് വഴിയിട്ട് ഈ ഒരു ടേക്ക് ഓവറിനെ മോർ ഡിഫിക്കൽട്ട്, ഇറ്റ് വിൽ മേക്ക് ദ ടേക്ക് ഓവർ അറ്റംപ്റ്റ് മോർ ഡിഫിക്കൽട്ട് ടു ദ കമ്പനി ഹൂസ് വില്ലിംഗ് ടു ടേക്ക് ഓവർ, റൈറ്റ്? ആരാണോ ടേക്ക് ഓവർ നടത്താൻ ആഗ്രഹിക്കുന്നത്, അക്വയറിംഗ് കമ്പനി ആരാണോ, ദേ വിൽ ബി
they will feel the company to be less attractive. ഒരു ടാർജറ്റ് എന്ന രൂപത്തിൽ they will feel less attractive, അല്ലെങ്കിൽ ഇറ്റ് മേക്സ് ദം മോർ ഡിഫിക്കൾട്ട്. ആ ടേക്ക് ഓവർ പ്രൊസീഡിങ്സ് വളരെ ശ്രമകരമാക്കും, അല്ലെങ്കിൽ വളരെ ഡിഫിക്കൽട്ട് ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ കമ്പനിയുടെ ചാർട്ടറിലുള്ള ചേഞ്ചസിന് സാധിക്കും. അങ്ങനത്തെ ഒരു മെത്തേഡിനെയാണ് നമ്മൾ പറയുന്നുണ്ട് ഷാർക്ക് റിപ്പല്ലന്റ് മീൻസ് ഷാർക്ക്. യൂഷ്വലി നമ്മൾ ബിസിനസ് ടേംസിൽ ഷാർക്ക് എന്താ വലിയ സ്രാവുകൾ എന്നൊക്കെ പറയുന്നത് യൂഷ്വലി വലിയ വലിയ ബിസിനസ് ഹൗസസുകൾ അല്ലെങ്കിൽ വലിയ വലിയ ബിസിനസ് മാൻസിനെയാണ്, ബിസിനസ് ആളുകളെയാണ് നമ്മൾ എന്ത് പറയുന്നുണ്ടാവുക, ഷാർക്ക് എന്ന് പറയാം. ഷാർക്രസ്. റിപ്പല്ലിംഗ് മീൻസ് വി ആർ റിപ്പല്ലിംഗ്. attraction and repulsion, right? Repelling means we are avoiding it. So shark repellent means we are avoiding those attempts, right? Shark repellent. Please note the term shark repellent. So in exams you may ask this term shark repellent endaanu chodikkam. What is shark repellent? So the companies, the defensive action taken by the company in the form of persuading shareholders to make changes in the company's charter, which makes this takeover very difficult or making the company less attractive as a target to the acquiring company. Such actions on part of the company is called shark repellent. Clear? 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 Can I move with the next slide? Okay. Okay. Takeover defenses, pre-offer defenses. So usually takeover defenses നമ്മൾ രണ്ടെണ്ണാക്കി തരംതിരിച്ചിട്ടുണ്ട്. Pre-offer defenses and post-offer defenses. Pre-offer, before an offer is made. Post-offer, after or offer. This pre-offer defense means അങ്ങനെ ഒരു ടെൻഡർ ഓഫർ അല്ലെങ്കിൽ ടേക്ക് ഓവറിന് ഒരു ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ എടുക്കുന്ന ഡിഫെൻസീവ് ആക്ഷൻസ് ആണ്. The first one, staggered election of board members. What do you mean by staggering? Stagger എന്ന് പറഞ്ഞാൽ എന്താ? Staggering means we are delaying, right? Padukke. Staggering means okay. Here staggering means we are വളരെ സ്ലോ ആയിട്ടുള്ള ഒരു ടേക്ക് ഓവർ ആണ്. Here by having fewer direct staggered election of board members, വളരെ അലസമായിട്ടുള്ള എന്നൊക്കെ ഒരു മീനിങ് ഉണ്ട്. By having fewer directors standing for election each year, more votes are needed in order to elect a majority of directors who would be sympathetic to a takeover attempt. Shareholders would have to wait through several annual elections before they could achieve a majority of their own people on the board. So the board of directors is elected by the shareholders, right? Shareholders അവരുടെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗിലാണ് ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ എലക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. And we know that ഇങ്ങനെ ഒരു ടേക്ക് ഓവർ നടക്കുമ്പോൾ the takeover is facilitated to the shareholders. ഷെയർഹോൾഡേഴ്സ് വഴിയായിരിക്കും ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. എങ്ങനെ? ഷെയർഹോൾഡേഴ്സ് ആണല്ലോ കമ്പനിയുടെ ഓണേഴ്സ്. സോ ദ ബിസിനസ് ഏതാണോ ടേക്ക് ഓവർ നടത്തുന്ന കമ്പനീസ്, ദാറ്റ് കമ്പനി വിൽ ബി ബൈയിങ് ദ കമ്പനീസ് ഷെയർസ് ഓൺ ഫ്രം ദ ഷെയർഹോൾഡേഴ്സിന്റെ കയ്യിൽ നിന്നായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കാം. So the shareholders will exercise their ownership. അവരുടെ ഓണർഷിപ്പ്, അവരുടെ കൺട്രോൾ എങ്ങനെയായിരിക്കും എക്സസൈസ് ചെയ്യുന്നുണ്ടായിരിക്കുക? ത്രൂ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വഴിയായിരിക്കും. സോ shareholders will be electing the board of directors നെ shareholders elect ചെയ്യും. who they think is favorable to them. അവർക്ക് ഇഷ്ടപ്പെട്ടവര് അല്ലെങ്കിൽ അവരുടെ അനുസരിച്ച് പ്രവർത്തിക്കുന്നവര്, അല്ലെങ്കിൽ ആക്ച്വലി ഹൂ ദേ വിഷ് വാണ്ട് ടു. നമ്മളിപ്പോൾ നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടി ലീഡേഴ്സിനൊക്കെ എലക്ട് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ആരെയാണോ ആഗ്രഹിക്കുന്നത്, നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ ആരാണോ ചെയ്തു തരാൻ കഴിവുള്ളത് അവരെയായിരിക്കും നമ്മൾ എലക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. സെയിം ലൈക്ക് ദാറ്റ് ഒരു കമ്പനിയിൽ ഷെയർഹോൾഡേഴ്സിന് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു തരുന്ന, അല്ലെങ്കിൽ ഷെയർഹോൾഡേഴ്സിന് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് കഴിവുള്ളവരെ ആഗ്രഹിക്കുന്നവരായിരിക്കും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ എലക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം.
സോ ഓരോ വർഷവും ദ നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് ഹു സ്റ്റാൻഡ്സ് ഫോർ ഇലക്ഷന് വേണ്ടിയിട്ട് നിൽക്കുന്ന ഡയറക്ടേഴ്സിന്റെ എണ്ണം വളരെ കുറവാക്കും. വിച്ച് മീൻസ് ദാറ്റ് ഒരു കുറവ് ഡയറക്ടേഴ്സെ കമ്പനിയുടെ ഇലക്ഷന് വേണ്ടിയിട്ട് നിൽക്കുന്നുള്ളൂവെങ്കിൽ മോർ വോട്ട്സ് ആർ റിക്വയർഡ് ബൈ ദം ടു വിൻ ദ ഇലക്ഷൻ. ആ ഒരു ഇലക്ഷൻ വിൻ ചെയ്യണമെങ്കിൽ കൂടുതൽ വോട്ട് വേണ്ടി വരും. ലൈക്ക് കുറവ് സ്ഥാനാർത്ഥികളാവുമ്പോൾ കൂടുതൽ വോട്ട് വേണ്ടി വരില്ലേ? റൈറ്റ്. ഇപ്പൊ രണ്ട് സ്ഥാനാർത്ഥിയുള്ളൂ. ഇപ്പൊ ഒരു ടോട്ടൽ 1 lakh നമ്പർ ഓഫ് വോട്ട്സ് ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മുടെ ഇപ്പൊ ഒരു കമ്പനിയിൽ ഷെയർ ഹോൾഡേഴ്സ് 1 lakh, വൺ ഷെയർ ഹോൾഡർ 1 വോട്ട് എന്നുള്ളൊരു പ്രിൻസിപ്പിൾ ആണ് കരുതുക. 1 ഷെയർ 1 വോട്ട് ആണെന്നുണ്ട്. ടോട്ടൽ 1 lakh ഷെയർസ് ഉണ്ടെന്നുണ്ടെങ്കിൽ 1 lakh വോട്ട്സ് വിൽ ബി ദർ. ഇപ്പൊ രണ്ട് ഡയറക്ടേഴ്സ് ഇലക്ഷന് നിൽക്കുള്ളൂ എന്നുണ്ടെങ്കിൽ വൺ മേ റിക്വയർ 50,000 മുകളിൽ ഒരാൾക്ക് കിട്ടിയാലേ അയാൾ ജയിക്കാൻ പറ്റുള്ളൂ. റൈറ്റ്. കാരണം 50,000 മുകളിൽ ഒരാൾക്ക് കിട്ടിയാൽ മാത്രമേ അയാൾ ജയിക്കുള്ളൂ എന്ന് പറയാൻ കാരണം അത്രയാണല്ലോ മെജോറിറ്റി ആയിട്ട് വരുന്നുണ്ടാവുക. ഇനി ഇപ്പൊ ഒരു 10 പേര് ഇലക്ഷന് നിൽക്കുന്നുള്ളെങ്കിൽ നമ്മൾ ഡിവൈഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു ഇലക്ഷന് എല്ലാവർക്കും വോട്ട് കിട്ടുമല്ലോ. സോ ഒരാൾ ജയിക്കാനുള്ള മെജോറിറ്റി നമ്പർ ഓഫ് വോട്ട്സിന്റെ എണ്ണം കുറഞ്ഞുകൊണ്ടേയിരിക്കും. സോ വെൻ ഫ്യൂവർ ഡയറക്ടേഴ്സ് ആർ സ്റ്റാൻഡിങ് ഫോർ ദി ഇലക്ഷൻ ഈച്ച് ഇയർ, മോർ വോട്ട്സ് ആർ നീഡഡ് ബൈ ദം ഇൻ ഓർഡർ ടു വിൻ. Like in order to elect a majority of directors who would be sympathetic to take over attempt. So shareholdersന് ഇപ്പോൾ ടേക്ക് ഓവറിന് അവർ എന്താണ് യോജിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അതിനും കൂടെ ഫേവർ ചെയ്യുന്ന ഡയറക്ടേഴ്സിനെ അവർ എലക്ട് ചെയ്യാൻ തീരുമാനിക്കും. സോ ആ ഒരു ടേക്ക് ഓവർ അറ്റംപ്റ്റിനോട് സിമ്പത്തറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിനെ ഇലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദേ റിക്വയർ മോർ വോട്ട്സ്, കൂടുതൽ വോട്ട്സ് ആവശ്യമായിട്ട് വരും. സോ അങ്ങനെ അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഡയറക്ടേഴ്സിനെ ഇതേപോലെ വോട്ടിങ്ങിലൂടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലോട്ട് എത്തിക്കാനായിട്ട് ദേ റിക്വയർ സെവറൽ ഇയേഴ്സ്, ഒരുപാട് വർഷങ്ങൾ വേണ്ടിവരും, അല്ലെങ്കിൽ ഒരുപാട് ആനുവൽ ഇലക്ഷൻസ് വേണ്ടിവരും. കാരണം ദ നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് ഹു സ്റ്റാൻഡ് ഫോർ ഇലക്ഷൻ ഇൻ എ പർട്ടിക്കുലർ ഇയർ, അല്ലെങ്കിൽ പർട്ടിക്കുലർ ഇയറിൽ ഇലക്ഷന് വേണ്ടി നിൽക്കുന്ന ഡയറക്ടേഴ്സിന്റെ എണ്ണം വളരെ കുറവാണ്. സോ ദേ വിൽ ബി റിക്വയറിംഗ് മോർ വോട്ട്സ് ടു അറ്റൈൻ ദ മെജോറിറ്റി ആൻഡ് വിൻ. സോ it will take several years for them to attain majority in the board of directors. Board of directors-ൽ ആ ഒരു മെജോറിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് വർഷങ്ങൾ എടുക്കേണ്ടി വരും. So that is staggered election of board members. Clear ആണോ? Are you clear with the staggered election of board members? Hello, are you clear, or I move to the next slide? Do I have to explain again? Okay, can you explain again? Right, the staggered election of board members, right? So the fewer directors will be elected. ഒരു വർഷം ഓർഗനൈസേഷനിൽ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ്സിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ ഇലക്ഷൻ നടക്കും. ഇനി ഇലക്ഷൻ നടക്കുമ്പോൾ ഓരോ വർഷം ഇലക്ഷന് വേണ്ടി നിൽക്കുന്ന ഡയറക്ടേഴ്സിന്റെ എണ്ണം, ഡയറക്ടർ കാൻഡിഡേറ്റ്സ് ആയിട്ട് നിൽക്കുന്നവരുടെ എണ്ണം വളരെ കുറവായിരിക്കും. അങ്ങനെ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് കുറവാണെന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ ഇസ് ദാറ്റ് ഒരു കാൻഡിഡേറ്റിന് ജയിക്കാനായിട്ടുള്ള നമ്പർ ഓഫ് വോട്ട്സിന്റെ എണ്ണം, so the number of votes required by a candidate, so prospective candidate to win the directorial election is very high. കാരണം സ്ഥാനാർത്ഥികൾ കൂടുന്നു. when you look at the proportion, the number of voters is high but the number of candidates is less. What will happen? The majority required by a candidate to win the election will increases. so അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് സെവറൽ ഇയേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിന് കുറച്ച് നാൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം അവരുടെ കുറച്ചും കൂടെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഡയറക്ടേഴ്സ്, അല്ലെങ്കിൽ അവരോട് കുറച്ചും കൂടെ അവരാഗ്രഹിക്കുന്ന ഡയറക്ടേഴ്സ് നമ്പർ ഓഫ് മെജോറിറ്റി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വർഷങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം കുറച്ച് ഡയറക്ടേഴ്സ് മാത്രമേ ഓരോ വർഷം നിൽക്കുന്നുള്ളൂ. സോ നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് ഒരു ഇലക്ഷനിൽ നിൽക്കുന്നവരുടെ എണ്ണം കൂടുതലാണെന്നുണ്ടെങ്കിൽ സോ ഇറ്റ് വുഡ് ബി സം വാട്ട് ഈസി ഫോർ ദ ഷെയർ ഹോൾഡേഴ്സ് ടു അറ്റൈൻ മെജോറിറ്റി ഇൻ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ അവരുടെ ഫേവറബിൾ ഡയറക്ടേഴ്സിനെ കിട്ടാനായിട്ടുള്ള മെജോറിറ്റി അല്ലെങ്കിൽ കിട്ടാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. സോ ഇങ്ങനെ ഇലക്ഷൻ സ്റ്റാഗർ ചെയ്യുക അല്ലെങ്കിൽ വളരെ പതുക്കിയാക്കാന്നുണ്ടെങ്കിൽ what is happening is that number of directors getting elected to the board of directors is very less each year.
which means that shareholders has to wait several years to attain a majority in the board of directors. That of those directors who will be sympathetic to the takeover attempt. ഈ ഒരു ടേക്ക് ഓവർ അറ്റംപ്റ്റിനോട് സിമ്പത്തറ്റിക് ആയിട്ടുള്ളവർ അല്ലെങ്കിൽ ടേക്ക് ഓവർ അറ്റംപ്റ്റിനെ ഫേവർ ചെയ്യുന്ന ഡയറക്ടേഴ്സ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ എത്താനായിട്ട് കുറെ ടൈം എടുക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത്രയും നാള് ആ ഒരു ടേക്ക് ഓവർ അറ്റംപ്റ്റിന് നമ്മൾക്ക് ഡിഫെൻഡ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റും. റൈമ ക്ലിയർ ആണോ? Okay. Next one is the changing the state of incorporation. So state of incorporation means ഒരു കമ്പനിയാണ്, ദ കമ്പനി വിൽ ബി ഫോംഡ് ഇൻ എ പർട്ടിക്കുലർ സ്റ്റേറ്റ്. ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലായിരിക്കും അത് ഫോം ചെയ്യുന്നുണ്ടായിരിക്കുക. റൈറ്റ്. സോ സ്റ്റേറ്റ് മീൻസ് യു എസ് എയിലാണ്, ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ഉണ്ടല്ലോ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ഉണ്ടായിരിക്കും. So some states have corporation laws that are more flexible than others. A company may change the state of its incorporation in order to gain the ability to install anti-takeover amendments and defend itself legally. And every states in the USA will be having their own laws. അവരുടേതായിട്ടുള്ള കോർപ്പറേഷൻ ലോസ് ഉണ്ടായിരിക്കും. സോ ഒരു സ്റ്റേറ്റിൽ അത് കുറച്ചുകൂടെ റിജിഡ് ആണെങ്കിൽ മറ്റേ സ്റ്റേറ്റിൽ അത് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയിരിക്കും. സോ ഇങ്ങനെ ടേക്ക് ഓവർ ഡിഫൻസിന് ദേ ക്യാൻ ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. ഏത് സ്റ്റേറ്റിലാണ് അവരുടെ മെയിൻ സ്റ്റേറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ആയിട്ട് അവർ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്, അതിനെ അവർക്ക് വേറെ പ്രൊവിഷൻസും SEC മുഖേനയൊക്കെ ആ സ്റ്റേറ്റ് ഓഫ് ഇൻകോർപ്പറേഷന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഏത് സ്റ്റേറ്റ് ആണോ നമ്മുടെ ഇൻകോർപ്പറേഷൻ സ്റ്റേറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്, ആ സ്റ്റേറ്റിന്റെ അപ്ലിക്കബിൾ ലോസ് ആയിരിക്കും നമ്മൾക്ക് ബാധകമായിട്ടുണ്ടാവുക. ഇഫ് യു ആർ ചേഞ്ചിങ് ദാറ്റ് സ്റ്റേറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ, നമ്മുടെ അപ്ലിക്കബിൾ ലോസും മാറും. ഏത് സ്റ്റേറ്റിലോട്ടാണോ നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്, ആ സ്റ്റേറ്റിലത്തെ ലോസ് ആയിട്ട് നമ്മുടെ കോർപ്പറേഷൻ ലോസ് ആയിട്ട് മാറും. സോ ഇങ്ങനെ ടേക്ക് ഓവറിനെ കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആക്കുന്ന, അല്ലെങ്കിൽ ടേക്ക് ഓവറിനെ നമ്മൾ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന ലോസ് ഉള്ള സ്റ്റേറ്റിലോട്ട് നമ്മുടെ സ്റ്റേറ്റ് ഓഫ് ഇൻകോർപ്പറേഷനെ മാറ്റും. സോ ദീസ് വൈ ആന്റി ടേക്ക് ഓവർ അമെൻമെന്റ്സ് ഒക്കെ നമ്മൾക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ലീഗലി തന്നെ നമുക്ക് ആ ടേക്ക് ഓവറിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. That is changing the state of incorporation. So different states will be having their own corporation laws. So some may be flexible, some may be rigid. So this company has the option to change the states of its incorporation by it will enable them to make anti-takeover amendments in its books of in its charter in its key documents il അങ്ങനെ ഒരു anti-takeover amendments implement ചെയ്യാൻ വേണ്ടി പറ്റും. Thereby they can defense itself from the takeover attempt legally. That is changing the state of incorporation. Next one is super majority merger approval provision. Super majority merger approval provisions. Nameil thaniyuണ്ട് super majority. In order to approve the merger, the acquiring company has to gain super majority. Super majority will be the just majority. ഒരു majority പോരാ, super majority വേണം. A company may require that more than a majority, means a super majority of affirmative votes be required to approve any merger. ഒരു merger വരികയാണെന്നുണ്ടെങ്കിൽ the merger has to seek the approval of the shareholders. ഷെയർഹോൾഡേഴ്സിന്റെ അപ്രൂവൽ നമ്മൾ തേടേണ്ടതായിട്ട് വരും. അങ്ങനെ ഷെയർഹോൾഡേഴ്സ് അപ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദാറ്റ് അപ്രൂവൽ മസ്റ്റ് ബി ഓഫ് സൂപ്പർ മെജോറിറ്റി. സൂപ്പർ മെജോറിറ്റി ഷെയർഹോൾഡേഴ്സിന്റെ അപ്രൂവൽ വേണ്ടി വരും. അത്രയ്ക്കും വോട്ട്സ് നമ്മൾക്ക് വേണ്ടി വരും. Often 2/3 or 3/4 of the shareholder vote constitutes a required supermajority. Supermajority എന്താണ്? 2/3 അല്ലെങ്കിൽ 3/4 മുക്കാൽ ഭാഗം 75%, റൈറ്റ്. അത്രയ്ക്കും എനിക്ക് ഷെയർഹോൾഡേഴ്സിന്റെ സമ്മതം കിട്ടിയാൽ മാത്രമേ മെർജേഴ്സ് പോസിബിൾ ആകൂ, വിച്ച് ഇസ് സൂപ്പർ മെജോറിറ്റി. വെറും മെജോറിറ്റി എന്ന് പറഞ്ഞാൽ മോർ ദാൻ 50% ആണ് മെജോറിറ്റി. സൂപ്പർ മെജോറിറ്റി മീൻസ് മോർ ദാൻ 50% പോരാ, സൂപ്പർ വേണം, അതിനെക്കാട്ടിയും കൂടുതൽ വേണം, അറ്റ്ലീസ്റ്റ് 75% എങ്കിലും വേണമെന്ന് പറയുന്നുണ്ടാവുക. The super majority requirement makes it more difficult to get shareholder approval. So 75% shareholders in എങ്കിലും കൺസെന്റ് വേണമെന്ന റിക്വയർമെന്റ് വരുന്നത് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ടു അറ്റൈൻ, റൈറ്റ്. അങ്ങനെ ഒരു മെർജറിന്റെ ഒരു പ്രപ്പോസൽ വരികയാണെന്നുണ്ടെങ്കിൽ in order for the merger to get approved, the company has to gain the support അല്ലെങ്കിൽ vote of super majority of shareholders or at least 75% of the shareholders. So അങ്ങനെ ഒരു പ്രൊവിഷൻ അറ്റാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ടേക്ക് ഓവർ ബിക്കംസ് മോർ ഡിഫിക്കൾട്ട് ഓർ മെർജർ ബിക്കംസ് മോർ ഡിഫിക്കൾട്ട്. ക്ലിയർ? ക്ലിയർ? യെസ്.
Next is fair merger price provision. A fair merger price provision means it requires a bidder to pay non-controlling shareholders at least a fair price for their shares. This fair price may be a stated price or it may be linked to earnings per share by requiring a certain earnings or a price earnings ratio. ഈ ഫെയർ മെർജർ പ്രൈസ് പ്രൊവിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ in order to for a merger നടക്കണമെന്നുണ്ടെങ്കിൽ the company one company has to acquire another company. എങ്ങനെയായിരിക്കും? അവരുടെ ഷെയർസ് എക്സ്ചേഞ്ച് ചെയ്തിട്ടായിരിക്കും ഈ മെർജർ നടക്കുന്നുണ്ടായിരിക്കുക. ഇങ്ങനെ മെർജർ നടക്കാൻ ഈ ഷെയർസ് എക്സ്ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദ അക്വയറിംഗ് കമ്പനി ഏത് കമ്പനിയിലോട്ടാണ് മെർജ് ചെയ്യുന്നത്, ദാറ്റ് കമ്പനി ഹാസ് ടു പേ ദ ഷെയർ ഹോൾഡർ സർട്ടൺ പ്രൈസ്, റൈറ്റ്? അവരിൽ നിന്ന് അക്വയർ ചെയ്യുന്ന ഷെയർസിന് ഒരു സർട്ടൺ പ്രൈസ് പേ ചെയ്യണം. That price must be a fair price അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റഡ് പ്രൈസ് ആയിരിക്കണം എന്ന് പറയുന്നതാണ് fair merger price provision. Bidder means who is the acquiring company. To pay non-controlling shareholders. Non-controlling shareholders means അവർക്ക് കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ അത്രമാത്രം സിഗ്നിഫിക്കൻറ്റ് എമൗണ്ട് ഓഫ് ഷെയർസ് അവർ ഹോൾഡ് ചെയ്യുന്നില്ല. ആ ഷെയർ ഹോൾഡേഴ്സിന് അറ്റ്ലീസ്റ്റ് എ ഫെയർ പ്രൈസ് ഫോർ ദർ ഷെയർ. അവരുടെ ഷെയർസിന് അറ്റ്ലീസ്റ്റ് ഫെയർ പ്രൈസ്, ഒരു പ്രൈസ് സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ പ്രൈസ് എങ്കിലും പേ ചെയ്യേണ്ടതായിട്ട് വരും. ഈ പ്രൈസ് എന്തായിരിക്കും? ദിസ് ഫെയർ പ്രൈസ് മേ ബി എ സ്റ്റേറ്റഡ് പ്രൈസ്, ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രൈസ് ആയിരിക്കാം. ഓർ ഇറ്റ് മേ ബി ലിങ്ക്ഡ് ടു ഏർണിംഗ്സ് പെർ ഷെയർ, EPSുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഷെയർ ആയിരിക്കാം. അല്ലെ ഒരു നിശ്ചിതം. വി നോ ദാറ്റ് പ്രൈസ് ഏർണിംഗ്സ് റേഷ്യോ. വാട്ട് ഇസ് പ്രൈസ് ഏർണിംഗ്സ് റേഷ്യോ? മാർക്കറ്റ് പ്രൈസ് ഡിവൈഡ് ബൈ ഏർണിംഗ്സ് പെർ ഷെയർ വിൽ ബി ദി പ്രൈസ് ഏർണിംഗ്സ് റേഷ്യോ. സോ ഈ ഏർണിംഗ്സ് പെർ ഷെയറുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ പ്രൈസ് ഏർണിംഗ്സ് റേഷ്യോ കിട്ടാനായിട്ടുള്ള ഹൗ മച്ച് ഷുഡ് ബി ദ വാല്യൂ, അതായിരിക്കും ഈ ഫെയർ പ്രൈസ് അല്ലെങ്കിൽ സ്റ്റേറ്റഡ് പ്രൈസ് എന്ന് പറയുന്നത്. അങ്ങനെ നോൺ കൺട്രോളിംഗ് ഷെയർ ഹോൾഡേഴ്സിന് പേ ചെയ്യണം എന്ന് പറയുന്ന പ്രൊവിഷൻ ആണ് എന്ത്? ഫെയർ മെർജർ പ്രൈസ് പ്രൊവിഷൻ എന്ന് പറയുന്നുണ്ടായിരിക്കുക. ഇനി ഇത്രയ്ക്ക് ഒരു സ്റ്റേറ്റഡ് എമൗണ്ട് ഓഫ് പ്രൈസ്, ഇസ്റ്റ് സ്റ്റേറ്റഡ് മിനിമം പ്രൈസ് ഓഫർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ലൈക്ക് ഈ ഒരു ഫെയർ പ്രൈസിന് ഓഫർ ചെയ്തില്ല, നോൺ കൺട്രോളിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഈ ഫെയർ പ്രൈസ് അവർ ഓഫർ ചെയ്തില്ല, അക്വയറിംഗ് കമ്പനി ഓഫർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇൻ ഓർഡർ ഫോർ ദ മെർജർ ടു ഗെറ്റ് അപ്രൂവ്ഡ്, ഈ മെർജർ അപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ദേ ഹാവ് ടു അറ്റൈൻ സൂപ്പർ മെജോറിറ്റി അപ്രൂവൽ ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിന്റെ സൂപ്പർ മെജോറിറ്റി അപ്രൂവൽ ഗെയിൻ ചെയ്യുന്നതായിട്ട് വരും. ആൻഡ് യൂഷ്വലി ഫ്രീക്വൻലി പറയുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ഫെയർ പ്രൈസ് മെർജർ പ്രൊവിഷന്റെ കൂടെ വേറൊരു പ്രൊവിഷനും കൂടെ വരും, ഫ്രീസ് ഔട്ട് പ്രൊവിഷൻ, റൈറ്റ്? ഫ്രീസ് ഔട്ട് പ്രൊവിഷൻ, ഫ്രീസ് അക്കൗണ്ട്സ് ഒക്കെ ഫ്രീസ് ആവാന്നിട്ടുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിലോട്ട് അതിലെ ട്രാൻസാക്ഷൻസ് ഒന്നും നടത്താൻ വേണ്ടി പറ്റില്ല. സെയിം ലൈക്ക് നമ്മൾ ഷെയർ അക്വയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫെയർ പ്രൈസിൽ ട്രേഡ് ചെയ്യണമെങ്കിൽ ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് പീരീഡ് കഴിഞ്ഞിരിക്കണം എന്നുള്ള ഒരു ക്ലോസ് വെക്കാന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഫ്രീസ് ഔട്ട് പ്രൊവിഷൻ. ഓൺലി ആഫ്റ്റർ ദി കംപ്ലീഷൻ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ നമ്പർ ഓഫ് പീരീഡ് ഓൺലി ദ ഷെയർ ക്യാൻ ബി ട്രേഡഡ് അറ്റ് ദാറ്റ് fair price. Till then the share cannot be traded in the fair price. Such provision is called freeze out provision and it will usually be attached to the fair merger price provision. A fair merger price provision again endana, it is the provision which requires the acquiring company to pay the non-controlling shareholders at least a fair price for the shares which they want to acquire, and the fair price can be the stated price or it may be linked to the earnings per share in order to attain a particular earnings per share. And if the company is not able to attain this, not able to offer the shares at a, is not ready to buy the shares at this fair price, in order to facilitate this merger, super majority approval of the shareholders has to be obtained. And usually this fair merger price provision will be accompanied by another provision which is freeze out provision, which requires to wait, which requires the waiting period of a particular number of period before the transactions on the fair price for a particular share need to be taken. So അങ്ങനെയാണ് നമ്മൾ fair merger price provision എന്ന് പറയുന്നുണ്ടാവുക. ക്ലിയർ? Okay, next, golden parachute. Yeah, this is another name. So you should be known, ഈ ഒരു ടേംസ് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ഗോൾഡൻ പാരച്യൂട്ട് എന്താണ്? This golden parachute is a provision passed by board of directors requiring
large payments to specified executives if the company is taken over or if the acquiring firm terminates their employment following a takeover. ഈ ഗോൾഡൻ പാരച്യൂട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ പ്രൊവിഷൻ പാസ്ഡ് ബൈ ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പാസ് ചെയ്ത ഒരു പ്രൊവിഷൻ ആണ്. ഈ പ്രൊവിഷൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദ സ്പെസിഫൈഡ് കമ്പനി ടേക്ക് ഓവർ നടത്തുമ്പോൾ ദറ്റ് കമ്പനി ഒരു പർട്ടിക്കുലർ കമ്പനി ടേക്ക് ഓവർ നടത്തി അല്ലെങ്കിൽ അക്വയർ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ ടെർമിനേറ്റ് ചെയ്യും, പിരിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ട്. അങ്ങനെ പിരിച്ചുവിടുകയാണെന്നുണ്ടെങ്കിൽ ചില സ്പെസിഫൈഡ് എക്സിക്യൂട്ടീവ്സിന് നമ്മൾ ലാർജ് എമൗണ്ട് പേയ്മെന്റ് ആയിട്ട് കൊടുക്കേണ്ടി വരും എന്നുള്ള ഒരു പ്രൊവിഷൻ അറ്റാച്ച് ചെയ്യുന്നതാണ് എന്ത്? ഗോൾഡൻ പാരച്യൂട്ട്. സോ ദിസ് ഈസ് പാസ്ഡ് ബൈ ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് which requires large payments to be made to the executives if the company is taken over and if the acquiring firm terminates their employment following a takeover. അങ്ങനെ ടേക്ക് ഓവർ നടത്തി അല്ലെങ്കിൽ കോമ്പിനേഷൻ നടത്തിയതിന് ശേഷം if they are terminating the employment of board of directorsനെ terminate ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ those executive need to be paid a large sum of money. അങ്ങനെ ഒരു പ്രൊവിഷൻ അറ്റാച്ച് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നുണ്ടാവുക? ഗോൾഡൻ പാരച്യൂട്ട്. സോ ടേക്ക് ഓവർ തന്നെ അറിയാം, ഇറ്റ് ഇസ് വെരി എക്സ്പെൻസീവ്, റൈറ്റ്? ടേക്ക് ഓവർ നടത്തുന്നത് തന്നെ അത്യാവശ്യം ചെലവിട്ടിട്ടാണ്. അതിന്റെ പുറമെ ഇങ്ങനെ ടെർമിനേറ്റ് ചെയ്ത ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് നമ്മൾ ലാർജ് സം ഓഫ് എമൗണ്ട് ഓഫ് മണി ഒരു കോമ്പൻസേഷൻ പോലെയോ പേയ്മെന്റ് നടത്തണം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് സോ വെൽക്കമിങ് ഫോർ ദ അക്വയറിംഗ് കമ്പനി. ആ അക്വയറിംഗ് കമ്പനിക്ക് ഒട്ടും അനുയോജ്യമായിട്ടുള്ള അല്ലെങ്കിൽ അവരൊട്ടും ആഗ്രഹിക്കുന്നതായിരിക്കില്ല. സോ വാട്ട് വിൽ യു ഡു? either they will not terminate the employment of board of directors. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ അവർ ടെർമിനേറ്റ് ചെയ്യില്ല. അല്ലാന്നുണ്ടെങ്കിൽ they will not go for ടേക്ക് ഓവറിന് പോവില്ല. ടേക്ക് ഓവർ അവർക്ക് കുറച്ചുകൂടി അട്രാക്റ്റീവ് അല്ലാതെ ആക്കും, അട്രാക്റ്റീവ്നെസ് കുറയ്ക്കും. ക്ലിയർ? ക്ലിയർ? ഓക്കെ. സോ ദ നെക്സ്റ്റ് ഇസ് ദ പോയിസൺ പിൽസ് എന്ന് പറയും. Poison pills are provisions included in the corporation's charters, bylaws or contracts that reduce the value of the target to potential tender offerers. For example, a valuable contract may terminate according to its terms upon a specified form of change of ownership of the target. അതായത് poison pills എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ pills, right? സോ ഒരു കമ്പനിയുടെ കോർപ്പറേഷന്റെ ചാർട്ടറിൽ അല്ലെങ്കിൽ ബൈലോസിൽ അല്ലെങ്കിൽ കോൺട്രാക്റ്റിലൊക്കെ പറഞ്ഞിട്ടുള്ള ചില പ്രൊവിഷൻസ് ആയിരിക്കും. ആ ഒരു പ്രൊവിഷൻസ് പ്രകാരം ഒരു പൊട്ടൻഷ്യൽ ടെൻഡർ ഓഫറേഴ്സ് ഉണ്ടാവുമല്ലോ, അക്വയറിംഗ് കമ്പനിക്ക് ഈ ടാർഗറ്റ് കമ്പനിയുടെ വാല്യൂ കുറയ്ക്കും, അല്ലെങ്കിൽ ഇറ്റ് വിൽ ബിക്കം ലെസ് അട്രാക്റ്റീവ് ആയിരിക്കും, റൈറ്റ്? ഇപ്പോൾ ഒരു കമ്പനി ഉണ്ട്, ഒരു കമ്പനിക്ക് മെയിൻ ആയിട്ട് ഒരു കോൺട്രാക്ട് ഉണ്ടെന്ന് വിചാരിക്കും, ഒരു മേജർ കസ്റ്റമർ ഉണ്ട്. സപ്പോസ് ഐ എം റണ്ണിങ് എ കമ്പനി, ആ ഒരു കമ്പനിന് വേറൊരു കമ്പനി ടേക്ക് ഓവർ ചെയ്യാൻ വേണ്ടി ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. സോ എന്റെ കമ്പനിയുടെ മെയിൻ അട്രാക്റ്റീവ് ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ എം ഹാവിങ് എ കോൺട്രാക്ട് വിത്ത് വൺ ഓഫ് ദ, സപ്പോസ് ഞാനൊരു ഇന്ത്യൻ കമ്പനിയാണ്, എന്റെ മെയിൻ കോൺട്രാക്ട് ആപ്പിൾ കമ്പനി ആയിട്ടെന്ന് വിചാരിച്ചോ. ആക്ച്വലി ടേക്ക് ഇറ്റ് ആസ് എൻ എക്സാമ്പിൾ, റൈറ്റ്? ആപ്പിൾ ഇൻകോർപ്പറേറ്റഡുമായിട്ട്, യു എസിലെ ആപ്പിൾ, നമ്മുടെ ആപ്പിൾ ഉണ്ടല്ലോ, ആപ്പിൾ കമ്പനിയുമായിട്ടാണ് എൻ്റെ മെയിൻ ആയിട്ട് ഒരു കസ്റ്റമർ ഉണ്ടെന്ന് വിചാരിക്കാം. സോ അതാണ് ആ ടാർഗറ്റ് കമ്പനിനെ എന്നെ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആയിട്ട് മാറ്റിയത്. So my company became more attractive to the acquiring company because I am having a contract with the Apple Incorporated. സോ ഞാനൊരു പ്രൊവിഷൻ എൻ്റെ ബൈലോസിൽ അല്ലെങ്കിൽ ചാർട്ടറിൽ കോൺട്രാക്റ്റിലൊക്കെ ആഡ് ചെയ്യാണ്, എൻ്റെ ഓണർഷിപ്പ് മാറിയിട്ടുണ്ടെങ്കിൽ ഈ കോൺട്രാക്റ്റും ടെർമിനേറ്റ് ചെയ്യപ്പെടും എന്നുള്ളൊരു എന്താ പറയുന്നത് ഒരു പ്രൊവിഷൻ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? ദ ഓണർഷിപ്പ് ഓഫ് എൻ്റെ ഒരു ഓർഗനൈസേഷൻ്റെ ഓണർഷിപ്പ് മാറിക്കഴിഞ്ഞാൽ, ടേക്ക് ഓവർ നടത്തുമ്പോൾ ഓണർഷിപ്പ് മാറുമല്ലോ, ഓണർഷിപ്പ് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മെയിൻ കോൺട്രാക്ട് ഉണ്ടല്ലോ, ആപ്പിൾ ഇൻകോർപ്പറേറ്റഡുമായിട്ടുള്ള മെയിൻ കോൺട്രാക്ട്, അത് ടെർമിനേറ്റ് ചെയ്യപ്പെടും എന്നുള്ളൊരു പ്രൊവിഷൻ ആഡ് ചെയ്യാന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ പോവോ? ആ ഒരു എന്നെ ടാർഗറ്റ് ചെയ്യാൻ അവർ തീരുമാനിക്കുമോ? അല്ലെങ്കിൽ എന്നെ ടാർഗറ്റ് ചെയ്യാൻ അവർ തയ്യാറാവുമോ? കാരണം ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫീച്ചറായിട്ട് തോന്നിയിട്ടുണ്ടാവുക അവർക്ക് ഈ ആപ്പിൾ ഇൻകോർപ്പറേറ്റഡുമായിട്ടുള്ള ഒരു കോൺട്രാക്ട് ആണ്. ഓണർഷിപ്പ് മാറുകയാണെന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റും ടെർമിനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ അവരെന്നെ അക്വയർ ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യം ഉണ്ടാവില്ല, എൻ്റെ കമ്പനി അക്വയർ ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യം ഉണ്ടാവില്ല. സോ ഇറ്റ് ബിക്കംസ് നോട്ട് സോ വെൽക്കമിങ് ഫോർ ദം. ഇറ്റ് വിൽ ലൂസ് ദ വാല്യൂ ഓഫ് മൈ ഫേം. ആ ഒരു ടാർഗറ്റ് അക്വയർ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫേമിന്റെ വാല്യൂ ഇല്ലാതെയാകും, കുറയും. സച്ച് പ്രൊവിഷൻസ് ആർ കോൾഡ് പോയിസൺ പിൽസ്, റൈറ്റ്? ക്ലിയർ ആണോ? പോയിസൺ പിൽസ്. ആൻഡ് ദിസ് പോയിസൺ പിൽസിൽ വേറെ ചില കാര്യങ്ങൾ കൂടെ ഇൻക്ലൂഡഡ് ആവാം. ഇറ്റ് മേ ഇൻക്ലൂഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റൈറ്റ്സ് ടു ഷെയർ ഹോൾഡേഴ്സിന് റൈറ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് നടത്തുന്നത് വഴിയാകാം.
എങ്ങനെയാണ്? Okay. Permitting shareholders to purchase a new security if an outsider acquires a certain percentage of the outstanding stock, such as 20%. ഇപ്പോൾ ഒരു പുറമേ ഒരു ഓർഗനൈസേഷൻ നമ്മുടെ കമ്പനിയുടെ ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റോക്കിന്റെ ഒരു 20%, അറ്റ്ലീസ്റ്റ് 20% എങ്കിലും പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് എക്സ്ട്രാ റൈറ്റ്സ് കിട്ടും. ദേ കുഡ് പർച്ചേസ് വൺ സെക്യൂരിറ്റി ഫ്രം ദ ഷെയർസ്. അതുവഴി എന്താണ് ഉണ്ടാകുന്നത്? ഈ അക്വയറിംഗ് കോർപ്പറേഷൻ പതിയെ പതിയെ ടേക്ക് ഓവർ നടത്താനായിട്ട് നമ്മുടെ കോമൺ സ്റ്റോക്ക് ഇങ്ങനെ അക്വയർ ചെയ്ത് അക്യുമുലേറ്റ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ അത് 20% എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു റൈറ്റ്സ് ആപ്ലിക്കബിൾ ആകും. ആ റൈറ്റ്സ് ആപ്ലിക്കബിൾ ആകുമ്പോൾ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് അഡീഷണൽ ഷെയർസ് കിട്ടിക്കൊണ്ടേയിരിക്കും. അതുവഴി നമ്മുടെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന്റെ കൺട്രോൾ ഇൻടാക്റ്റ് ആയിട്ടിരിക്കും. മറ്റേ അക്വയറിംഗ് കമ്പനിയുടെ കൺട്രോൾ ഡൈല്യൂട്ട് ആയിട്ട് കൊണ്ടിരിക്കും. കാരണം അയാൾക്ക് 20% ഇല്ല. കാരണം എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഓരോ ഷെയർ വീതം വീണ്ടും കൊടുത്തുകൊണ്ടിട്ടുണ്ടെങ്കിൽ അയാളുടെ ഹോൾഡിങ്സ് കുറയും. റൈറ്റ്. വീണ്ടും 20% ഉണ്ടാവില്ല. വീണ്ടും അക്വയർ നടത്തണമെങ്കിൽ അയാൾ വീണ്ടും ഷെയർസ് മേടിക്കേണ്ടി വരും. സോ അയാൾ മേടിക്കും തോറും നമ്മുടെ ഷെയർസിന്റെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും. നമ്മൾക്കും അത് ഹാനികരമാണ്, അയാൾക്കും അത് ദോഷമാണ്. സോ രണ്ടുമാണ്. പോയ്സൺ പിൽ മീൻസ് ഒരു മരുന്നാണ്, ബട്ട് പോയ്സൺ ആണ്. നമ്മൾക്കും ഹാനികരമാണ് ആ പില്ലും, ബട്ട് ഒരു ബെനിഫിറ്റും ഉണ്ട്. ലൈക്ക് എന്താ പറയുന്നുണ്ടാവാ, എനിക്ക് കിട്ടിയില്ല തനിക്ക് പോലും കിട്ടരുത് എന്ന് പറയുന്നൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ. സോ എനിക്ക് കിട്ടാൻ മറ്റാർക്കും കിട്ടരുത്, ഞാൻ നശിച്ചാലും മറ്റാൾക്ക് ഗുണമൊന്നും ഉണ്ടാകരുതെന്ന് പറയില്ലേ, അതേപോലെ ഒരു ആറ്റിറ്റ്യൂഡ്. അതാണ് ഈ പോയ്സൺ പില്ല് എന്ന് ഉദ്ദേശിക്കുന്നുണ്ടാവുക. ഇൻ പോയ്സൺ പിൽസ്, രണ്ട് ടൈപ്പ് ഓഫ് പോയ്സൺ പിൽസ് ആണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. വി ഹാവ് ഫ്ലിപ്പ് ഓവർ പിൽ ആൻഡ് വി ഹാവ് ഫ്ലിപ്പ് ഇൻ റൈറ്റ്സ് പിൽ. ഇത് രണ്ടുമാണ് നമ്മുടെ ഫ്ലിപ്പ് ഓവർ പില്ലുണ്ട്, ഫ്ലിപ്പ് ഇൻ റൈറ്റ്സ് ഉണ്ട്. ഈ ഫ്ലിപ്പ് ഓവർ പിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ റൈറ്റ്സ് പ്ലാൻ സ്റ്റിപ്പുലേറ്റിംഗ് ദാറ്റ് ഇൻ ദ ഇവന്റ് ഓഫ് എ ഹോസ്റ്റൈൽ ടേക്ക് ഓവർ അറ്റംപ്റ്റ് the shareholders on the receiving end of the bid can purchase more shares in their own company at a price below market value, and once the acquisition of the target company is complete, those some shareholders may buy more shares in the new company at a below market price. എന്താ പറയുന്നതുണ്ടാവാം? ഫ്ലിപ്പ് ഓവർ റൈറ്റ്സ് പ്ലാൻ ആണ്. റൈറ്റ്സ് മീൻസ് ഇറ്റ് ഈസ് പ്രൊവൈഡിംഗ് ദ റൈറ്റ്സ് ടു ഷെയർ ഹോൾഡേഴ്സ്. സ്റ്റിപ്പുലേറ്റിംഗ്, ആ പ്ലാനിൽ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കാം? ഇൻ ദ ഇവന്റ് ഓഫ് എ ഹോസ്റ്റൈൽ ടേക്ക് ഓവർ അറ്റംപ്റ്റ്, ഒരു ഹോസ്റ്റൈൽ ടേക്ക് ഓവർ അറ്റംപ്റ്റ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് ഷെയർ ഹോൾഡേഴ്സ് ഓൺ ദ റിസീവിംഗ് എൻഡ് ഓഫ് ദ ബിഡ്, ഏത് കമ്പനിയാണോ നമ്മൾ അക്വയർ ചെയ്യുന്നത്, ഏത് കമ്പനിയാണോ അക്വയർ ചെയ്യുന്നത്, ആ കമ്പനിയിലത്തെ ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ സ്വന്തം കമ്പനിയിലത്തെ ഷെയർസ് മാർക്കറ്റ് പ്രൈസിനെക്കാട്ടിയും കുറവ് പ്രൈസിന് മേടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ടാർഗറ്റ് കമ്പനി അക്വസിഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ആ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടല്ലോ, ടാർഗറ്റ് കമ്പനിയിലത്തെ ഷെയർ ഹോൾഡേഴ്സിന്, അവർക്ക് ഈ മെയിൻ കമ്പനി, ഈ പുതിയ കമ്പനി ഫോം ചെയ്ത കമ്പനിയിലത്തെ ഷെയർസും ബിലോ മാർക്കറ്റ് പ്രൈസിന് മേടിക്കാനായിട്ടുള്ള റൈറ്റ് ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ പോയ്സൺ പിൽ, ഫ്ലിപ്പ് ഓവർ പിൽ എന്ന് പറയുന്നുണ്ടാവുക. So it is a right which is distributed to the shareholders of the target company, which provide them the right to purchase the shares in their own company at a price lower than the market price. And if the takeover attempt was successful, the shareholders of the target company is provided right to purchase the shares of the new company formed after takeover at a price lower than the market price. സ്വന്തം ടേക്ക് ഓവർ അറ്റംപ്റ്റ് നടക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ സ്വന്തം കമ്പനിയിലത്തെ ഷെയർസ് മാർക്കറ്റ് പ്രൈസിനെക്കാട്ടിയും കുറവ് പ്രൈസിന് മേടിക്കാനായിട്ടുള്ള റൈറ്റ്സ് ഈ ടാർഗറ്റ് കമ്പനിയിലത്തെ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടും. അപ്പൊ എന്താ, അവരുടെ കൺട്രോൾ കൂടും, മറ്റ് അക്വയറിംഗ് കമ്പനിയുടെ കൺട്രോൾ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇനി ടേക്ക് ഓവർ അറ്റംപ്റ്റ് സക്സസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ സെയിം ഷെയർ ഹോൾഡേഴ്സിന് തന്നെ ടേക്ക് ഓവർ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയൊരു കമ്പനി ഫോം ചെയ്യുമല്ലോ, ആ കമ്പനിയിലത്തെ ഷെയർസും വളരെ കുറഞ്ഞ മാർക്കറ്റ് പ്രൈസിൽ മേടിക്കാനായിട്ടുള്ള റൈറ്റ്സ് നമ്മൾ കൊടുക്കും. അതിനെയാണ് ഫ്ലിപ്പ് ഓവർ പിൽ എന്ന് പറയുന്നുണ്ടാവുക. നെക്സ്റ്റ് വൺ, flip over pill causes shareholders of the acquiring company to suffer dilution and devaluation of their own shares, and thus discourages the approval of a hostile takeover by the shareholders of the acquiring company. ഈ ഫ്ലിപ്പ് ഓവർ പില്ല് ഏതാണ് അക്വയറിംഗ് കമ്പനി, ആരാണോ റൈഡർ കമ്പനി അല്ലെങ്കിൽ അക്വയർ ചെയ്യാൻ വേണ്ടി വരുന്ന, ടേക്ക് ഓവർ നടത്താൻ വേണ്ടി വരുന്ന കമ്പനി, ദാറ്റ് കമ്പനിയിലത്തെ ഷെയർ ഹോൾഡേഴ്സിന്റെ അവരുടെ കൺട്രോൾ ഡൈല്യൂട്ട് ആയിട്ട് പോകും. മാത്രമല്ല അവരുടെ ഷെയർസിന്റെ വാല്യൂ മാർക്കറ്റിൽ കുറയുകയും ചെയ്യും. അങ്ങനെ ഷെയർ ഹോൾഡേഴ്സ് ആ ഒരു മെർജറിന് അപ്രൂവ് നടത്തില്ല. സോ ആ ഹോസ്റ്റൽ ടേക്ക് ഓവർ അവിടെ ഡിസ്കറേജ്ഡ് ആയിട്ട് മാറും. ഇനി ഫ്ലിപ്പ് ഓവർ പിൽസ് ഈ പോയ്സൺ പിൽ സ്ട്രാറ്റജിയിൽ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഫ്ലിപ്പ് ഓവർ പിൽസ്. ക്ലിയർ ആണോ ഫ്ലിപ്പ് ഓവർ പിൽ എന്താന്ന്?
Clear? Is it clear? Okay, moving on to the next, which is flip-in rights. Yes. Flip-in rights are rights that are activated upon the acquisition of more than a specified ownership interest in the target corporation by an individual raider. This acquisition of a certain amount then triggers additional rights in the previously outstanding stock not acquired by the raider. For example, each previously outstanding share may become entitled to 2 votes. As a result, the shares purchased by the raider becomes less desirable because of their diluted voting rights. ഇനി ഫ്ലിപ്പിൻ റൈറ്റ്സ് എന്താ പറയുന്നുണ്ടാവുക? ഇനി അതൊരു ടേക്ക് ഓവർ അറ്റംപ്റ്റ് നടന്നതിന് ശേഷം ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്ന ഒരു റൈറ്റ്സ് ആണ് ഫ്ലിപ്പിൻ റൈറ്റ്സ് എന്ന് പറയുന്നുണ്ടാവുക. അല്ലെങ്കിൽ ഒരു സ്പെസിഫൈഡ് ഓണർഷിപ്പ് ടേക്ക് ഓവർ അല്ലെങ്കിൽ ഒരു സ്പെസിഫൈഡ് 20% അതിൽ കൂടുതലോ എന്നൊരു ഓണർഷിപ്പിന്റെ പെർസെൻറ്റേജ് സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിലും കൂടുതലായിട്ട് അക്വയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ കമ്പനി അല്ലെങ്കിൽ ഒരു കമ്പനി അക്വയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്ന ഒരു റൈറ്റ് ആണ് ഈ ഫ്ലിപ്പിൻ റൈറ്റ്. അതെന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് അഡീഷണൽ റൈറ്റ്സ് കിട്ടും. എക്സാമ്പിൾ ആയിട്ട് പറയുന്നുണ്ടാവുക, ഇങ്ങനെ ഒരു സർട്ടൻ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഒരു സ്പെസിഫൈഡ് ഓണർഷിപ്പ് ഇൻട്രസ്റ്റിനെക്കാട്ടിയും കൂടുതലായിട്ട് ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ കമ്പനി പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ റൈറ്റ്സ് ആക്ടിവേറ്റ് ചെയ്യാണ്. ചിലപ്പോൾ റൈറ്റ്സ് ഇങ്ങനെയായിരിക്കും, ഇനി മുതൽ 1 ഷെയർ 1 വോട്ട് ആയിരിക്കില്ല, 1 ഷെയർ 2 വോട്ട്സ് ആണെന്ന് പറയാന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? ഓരോ ഷെയർ ഹോൾഡേഴ്സിനും 2 വോട്ട് വീതം കിട്ടും, ഓരോ ഷെയറിനും 2 വോട്ട്സ് വീതം കിട്ടും. അത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ റെയ്ഡർ കമ്പനി ഉണ്ടല്ലോ, അവർ അക്വയർ ചെയ്തിട്ടുള്ള ഷെയർസിന് അത് അപ്ലിക്കബിൾ ആയിട്ട് വരില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരുടെ വോട്ടിംഗ് റൈറ്റ്സ് ഡൈല്യൂട്ടഡ് ആയിട്ട് മാറും. സോ ദേ വിൽ ഫീൽ ദ ടാർഗറ്റ് കമ്പനി ടു ബി ലെസ് അട്രാക്റ്റീവ്. സോ ദേ വിൽ ക്വിറ്റ് ഫ്രം ദ ടേക്ക് ഓവർ അറ്റംപ്റ്റ്, ദാറ്റ് ഈസ് ഫ്ലിപ്പ് ഇൻ റൈറ്റ്സ്. ക്ലിയർ? ഫ്ലിപ്പ് ഓവർ പില്ലും ഫ്ലിപ്പ് ഇൻ റൈറ്റ്സും ക്ലിയർ ആണോ? രണ്ടും റൈറ്റ്സ് ആണ്, but nature of the rights being distributed is different. Clear? Okay. Next, we have the poison put. Poison put is a clause in a bond indenture giving bondholders the right to demand repayment if there is any change in control resulting from a hostile takeover. Activation of the repayment clause could force the firm into bankruptcy. പോയിസൺ പുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ ക്ലോസ് ഇൻ ദ ബോണ്ട് ഇൻഡഞ്ചറിലുള്ള ഒരു ക്ലോസ് ആണ് ഈ പോയിസൺ പുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇറ്റ് ഗിവ്സ് ദ ബോണ്ട് ഹോൾഡേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതായത് ഇന്നൊരു കമ്പനിയുടെ ഓണർഷിപ്പിൽ ചേഞ്ച് അല്ലെങ്കിൽ കൺട്രോളിൽ ചേഞ്ച് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഗിവ്സ് ദ ബോണ്ട് ഹോൾഡേഴ്സ് ദ റൈറ്റ് ടു ഡിമാൻഡ് റീപേയ്മെന്റ് ആവശ്യപ്പെടാം, റിഡംഷൻ ആവശ്യപ്പെടാം എന്നുള്ള ഒരു റൈറ്റ് ആർക്ക് കിട്ടും? ബോണ്ട് ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കിട്ടും. അങ്ങനെ എല്ലാവരും റീപേയ്മെന്റ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? എല്ലാവർക്കും റീപേയ്മെന്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കമ്പനിയുടെ കയ്യിൽ വേറെ റിസോഴ്സ് ഒന്നും ഉണ്ടല്ല, ദ കമ്പനി ഹാസ് ടു ഫേസ് ബാങ്ക്രപ്റ്റ് ആകേണ്ടതായിട്ട് വരും. ദാറ്റ് ഈസ് പോയിസൺ പുട്ട്. സോ ജസ്റ്റ് എ മൊമെന്റ്, ഐ വിൽ ബി ബാക്ക്.
So coming back, this is poison put. Can you explain once more? Okay, Krishna Priya, sorry, Krishna, ഏത് പോർഷനാടാ? റൈറ്റ്സ് ആണോ, മറ്റേ പോയിസൺ പില്ലാണോ? ഇത് ഫ്ലിപ്പ് ഇൻ റൈറ്റ്സോ? ഫ്ലിപ്പ് ഇൻ റൈറ്റ്സോ ഫ്ലിപ്പ് ഓവർ പില്ലോ? Flip in rights, okay, flip in. So this flip in rights means ഒരു ടാർജറ്റ്, ഒരു ഇൻഡിവിജ്വൽ റൈഡർ അല്ലെങ്കിൽ ഒരു കമ്പനി, അക്വയറിംഗ് കമ്പനി ടേക്ക് ഓവർ അറ്റംപ്റ്റ് എങ്ങനെയായിരിക്കും നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടായിരിക്കാം? നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമ്മുടെ കമ്പനിയുടെ ഷെയർസ് ഒരു പർട്ടിക്കുലർ കമ്പനി മേടിച്ചുകൊണ്ടേ ഇരിക്കുന്നു, അവരുടെ ഓണർഷിപ്പ് കൂടിക്കൊണ്ടേ ഇരിക്കുന്നെങ്കിൽ നമ്മൾക്ക് അറിയാൻ പറ്റും, ഓക്കെ ദേ ആർ സംവോട്ട് അവർ ടേക്ക് ഓവറിന് പോകുമായിരിക്കും, ടേക്ക് ഓവർ നടത്താനായിട്ട് ഉദ്ദേശം ഉണ്ടായിരിക്കും എന്ന് നമ്മൾ വിചാരിക്കും, റൈറ്റ്? അല്ലെങ്കിൽ നമ്മൾക്ക് വേറെ ഇൻഫോർമേഷൻസ് ഒക്കെ കിട്ടുമല്ലോ, കമ്പനി അങ്ങനെയാണല്ലോ, അതിന്റെ ഒരു ഇൻഫോർമേഷൻസ് ഒക്കെ ലീക്ഡ് ഔട്ട് ആയിട്ടൊക്കെ കിട്ടാലോ. അങ്ങനെ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ റെയ്ഡർ മീൻസ് ഒരു കമ്പനി, റൈറ്റ്? നുഴഞ്ഞുകയറ്റക്കാരെന്നൊക്കെ നമ്മൾ റെയ്ഡേഴ്സ് എന്നൊക്കെ പറയുന്നുണ്ടാവും. ലൈക്ക് നമ്മൾ യൂഷ്വലി കബഡിസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ടേമാണ് റെയ്ഡർ. അതായത് ഒരു ഇൻഡിവിജ്വൽ അക്വയറിംഗ് കമ്പനി, ആ ഒരു കമ്പനി നമ്മുടെ കമ്പനിയുടെ അല്ലെങ്കിൽ ടാർജറ്റ് കോർപ്പറേഷന്റെ ഒരു സ്പെസിഫൈഡ് ഓണർഷിപ്പ്, ഒരു പർട്ടിക്കുലർ പെർസെന്റേജ് ഓഫ് ഓണർഷിപ്പിൽ കൂടുതലായിട്ട് അക്വയർ ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യുന്ന റൈറ്റ്സ് ആണ് എന്ത്? ഈ ഫ്ലിപ്പ് ഇൻ റൈറ്റ്സ് എന്ന് പറയുന്നുണ്ടായിരിക്കാം. അതുവഴിയിട്ട് this acquisition of a certain amount then triggers additional rights in the previously outstanding stock not acquired by the raider. ഇതെങ്ങനെയായിരിക്കും? ഈ റെയ്ഡർ അക്വയർ ചെയ്തത് കൂടാതെ അയാൾ ചെയ്തതല്ലാത്ത മറ്റ് സ്റ്റോക്സ് ഉണ്ടല്ലോ, മറ്റ് ഷെയർസ്, ഇയാളുടെ ഒഴിച്ച് മറ്റ് സ്റ്റോക്സിന് കിട്ടുന്ന റൈറ്റ്സ് ആണ് ഈ ഫ്ലിപ്പ് ഇൻ റൈറ്റ്സ് എന്ന് പറയുന്നുണ്ടായിരിക്കാം. അങ്ങനെ കിട്ടുന്ന ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത്, ഒരു ഇൻഡിവിജ്വൽ ഒരു അക്വയറിംഗ് കമ്പനി ഒരു ടാർജറ്റ് കോർപ്പറേഷന്റെ ഒരു പർട്ടിക്കുലർ പെർസെന്റേജ് ഓഫ് ഓണർഷിപ്പ് ചെയ്യണം, അതിലും കൂടുതൽ അക്വയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു റൈറ്റ് ആക്ടിവേറ്റ് ചെയ്യും. ആ റൈറ്റ് എന്താ കൊടുക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് ഷെയർ ഹോൾഡേഴ്സ്, റെയ്ഡറുടെ ഷെയർസ് അല്ലാത്ത മറ്റ് ഷെയർ ഹോൾഡേഴ്സിന് ഒരു ഷെയറിന് 2 വോട്ട് അല്ലെങ്കിൽ 2-ൽ കൂടുതൽ വോട്ട് എന്നുള്ള ഒരു റൈറ്റ്സ് കിട്ടുന്നു കരുതുക. വാട്ട് വിൽ ഹാപ്പൻ? ഈ റെയ്ഡറുടെ വോട്ടിംഗ് റൈറ്റ്സ് ഡൈല്യൂട്ടഡ് ആവും. മറ്റു ഷെയർസിനൊക്കെ ഒരു ഷെയറിന് 3 വോട്ട് ഉണ്ടാകുമ്പോൾ ഇയാൾക്ക് മാത്രം ഒരു ഷെയറിന് ഉണ്ടാകുന്നുള്ളൂ. സോ വാട്ട് വിൽ ഹാപ്പൻ? ഹിസ് വോട്ടിംഗ് റൈറ്റ്സ് ഗെറ്റ് ഡൈല്യൂട്ടഡ്. അപ്പൊ ഇനി ടേക്ക് ഓവർ സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ ഇറ്റ് വുഡ് ബി വെരി ഡിഫിക്കൾട്ട് ഫോർ ഹിം, റൈറ്റ്? അയാൾക്ക് കൂടുതൽ ഡിഫിക്കൾട്ട് ആയിരിക്കും, അയാൾക്ക് അത്രയ്ക്ക് അട്രാക്റ്റീവ്നെസ്സും ഉണ്ടാവില്ല. സോ that type of defensive mechanism is called flip in rights. കൃഷ്ണ, ക്ലിയർ ആണോ? ഓക്കെ, okay. Poison virtue. Next, post offer defenses. Pre-offer means before an offer is made. Offer നടത്തുന്നതിന് മുമ്പ് അങ്ങനെ ഒരു അറ്റംപ്റ്റ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ എടുക്കുന്ന ഡിഫൻസസ് ആണ് മുമ്പ് പഠിച്ചത്. നെക്സ്റ്റ്, ഇറ്റ് ഇസ് പോസ്റ്റ് ഓഫർ ഡിഫൻസസ്. വെൻ ദി ഓഫർ ഇസ് ആക്ച്വലി റിസീവ്ഡ്. ഓഫർ റിസീവ് ചെയ്തതിന് ശേഷം എടുക്കുന്ന ഡിഫൻസീവ് ആക്ഷൻസ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ, സ്റ്റോക്ക് എഫേർട്സ്. പോസ്റ്റ് ഓഫർ ഡിഫൻസസിൽ ഫസ്റ്റ് വൺ, സ്റ്റോക്ക് എഫേർട്സ്. Issuing new stock in the target corporation significantly increases the amount of outstanding stock in the market, which increases the number of shares that need to be purchased by the company attempting the takeover. This in turn can increase the cost of the takeover. ഒരു ടേക്ക് ഓവറിന്റെ ഓഫർ നമ്മൾക്ക് കിട്ടി. ഓഫർ കിട്ടിയെങ്കിൽ നമ്മൾക്കറിയാം ടേക്ക് ഓവറിന് അവർ ഉദ്ദേശിക്കുന്നുണ്ട്. ദേ ഹാവ് പ്രൊവൈഡഡ് എൻ ഓഫർ. സോ വി വിൽ ബി ആക്ടിവേറ്റിംഗ് അവർ ഡിഫെൻസീവ് ആക്ഷൻസ്, റൈറ്റ്? നമ്മുടെ ഡിഫെൻസീവ് ആക്ഷൻസ് നമ്മൾ എടുക്കും. അതിലൊന്നാണ് സ്റ്റോക്ക് എഫേർട്സ് എന്ന് പറയുന്നുണ്ടാവുക. അതായത് ഏത് കമ്പനിയാണോ ടാർഗറ്റ് ചെയ്യുന്നത് ആ ഒരു കമ്പനി എന്ത് ചെയ്യും? ദേ വിൽ ബി ഇഷ്യൂയിങ് ന്യൂ സ്റ്റോക്ക് ഇൻ ദ മാർക്കറ്റ്. മാർക്കറ്റിൽ സ്റ്റോക്സ് പുതുതായിട്ട് ഇഷ്യൂ നടത്തും. ഇഷ്യൂ നടത്താകുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ? ദ ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റോക്ക്, നമ്പർ ഓഫ് സ്റ്റോക്ക് വിൽ ഇൻക്രീസസ്. ഔട്ട്സ്റ്റാൻഡിങ് നമ്പർ ഓഫ് ഷെയർസ് ഇൻക്രീസ് ആകും. അപ്പൊ അങ്ങനെ ടേക്ക് ഓവർ നടത്തണമെങ്കിൽ മറ്റേ അക്വയറിംഗ് കമ്പനി അല്ലെങ്കിൽ റെയ്ഡർ കമ്പനി ഉണ്ടല്ലോ, അവർക്ക്
കൂടുതൽ ഷെയർസ് അക്വയർ ചെയ്യേണ്ടത് വരും ഇൻ ഓർഡർ ടു ഗെയിൻ കൺട്രോൾ. കാരണം നമ്മുടെ ഔട്ട്സ്റ്റാൻഡിങ് നേരത്തെ 1 lakh ഷെയർസ് ഉണ്ടായിരുന്നത് അതിനൊരു 51% ആണ് മെജോറിറ്റി എന്നുണ്ടെങ്കിൽ 51,000 ഷെയർസ് അക്വയർ ചെയ്താൽ മതി. കൂടുതൽ ഷെയർസ് ഇഷ്യൂ ചെയ്തു. ഇപ്പൊ നമ്മൾ കൂടുതൽ ഷെയർസ് ഇഷ്യൂ നടത്തിയിട്ട് ഒരു 1,50,000 ഷെയർസ് ഉണ്ടെന്ന് കരുതുക. ഈ 1,50,000 ഷെയർസ് ആണ് ഇപ്പൊ കമ്പനിയുടെ മൊത്തം ഹോൾഡിങ്സ് ആയിട്ട് പുറത്തുള്ളത്. ഇനി അതിന്റെ മെജോറിറ്റി ആയിട്ടുള്ള ഒരു 51% അക്വയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര ഷെയർസ് അക്വയർ ചെയ്യേണ്ടതായിട്ട് വരും? ഒരു 1,06,500 ഷെയർസ് അക്വയർ ചെയ്യേണ്ടതായിട്ട് വരും. വാട്ട് ഈസ് ഹാപ്പനിങ് ദർ? നേരത്തെ 51,000 ഷെയർസ് മതി. കാരണം എന്താ പറയാ 1 lakh ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പുതിയ ഷെയർസ് നമ്മൾ ഇഷ്യൂ നടത്തിയപ്പോൾ നമ്മുടെ ഷെയർസിന്റെ എണ്ണം കൂടി. സോ 51% എങ്കിലും ഹോൾഡിംഗ് കിട്ടണമെന്നുണ്ടെങ്കിൽ നേരത്തെ 51,000 ഷെയർസ് ഇഷ്യൂ മേടിച്ചാൽ മതി. ഇപ്പോ 1,06,500 ഷെയർസ് മേടിക്കേണ്ടതായിട്ട് വരും. സോ വാട്ട് വിൽ ഹാപ്പൻ? ആ കോസ്റ്റ് ഓഫ് ടേക്ക് ഓവർ അയാൾക്ക് കൂടും. അയാളുടെ 1,06,500 ഷെയർസ് മേടിക്കണമെന്നുണ്ടെങ്കിൽ അത്രയും കോസ്റ്റ് അയാൾ മുടക്കേണ്ടി വരും. സോ അയാളുടെ ടേക്ക് ഓവറിന്റെ കോസ്റ്റ് കൂടും. ചിലപ്പോൾ ടേക്ക് ഓവറിൽ നിന്ന് പിന്മാറുന്നതായിട്ടും വരും. That is stock effort. Issuing new stock in the target corporation, which will increase the amount of shares outstanding in the market. Thereby, in order to make the takeover, then the percentage of shares, the controlling interest that must be acquired by the raider company will increase. It will increase their cost of takeover, which makes the takeover less attractable or less profitable for the acquiring company. Such provision is called stock efforts. Clear? ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് പാക്മാൻ ഡിഫൻസ് ഓർ റിവേഴ്സ് ടെൻഡർ എന്ന് പറയും. പാക്മാൻ ഡിഫൻസ് ഓർ റിവേഴ്സ് ടെൻഡർ. If a hostile acquirer begins accumulating stock in a target company, the target company may issue new shares to dilute the acquirer's holdings and raise cash. Then use the cash to attempt to take over of the acquirer in a hostile bid. If the defense is successful, the acquirer will call off its bid for more shares and may sign a standstill agreement in which it agrees not to acquire additional shares. അതായത് tit for tat, right? പകരത്തിന് പകരം. ഒരു ഹോസ്റ്റൈൽ അക്വയറർ, ഒരു കമ്പനി, റെയ്ഡർ കമ്പനി, they begins accumulated. When we observe in the stock market, we found that this began accumulating shares. നമ്മുടെ ഷെയർസ് അവർ അക്യുമുലേറ്റ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ ഷെയർസ് അവർ മേടിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ദ ടാർഗറ്റ് കമ്പനി, ഏത് കമ്പനിയാണോ ടാർഗറ്റ് ചെയ്യുന്നത് ആ കമ്പനി അവരുടെ ഹോൾഡിങ്സിനെ ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ ഷെയർസ് ഇഷ്യൂ നടത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ പുതിയ ഷെയർസ് ഇഷ്യൂ നടത്തിക്കൊണ്ടിരിക്കും. സ്റ്റോക്ക് എഫേർട്സിൽ നമ്മൾ പഠിച്ചു. ഇനി ഇങ്ങനെ ഇഷ്യൂ നടത്തിയിട്ടുള്ള ഷെയർസിൽ നിന്ന് അവർക്ക് റേസ് ചെയ്യുന്ന ക്യാഷ് ഉണ്ടല്ലോ, ആ ക്യാഷ് യൂസ് ചെയ്തിട്ട് ഏത് കമ്പനിയാണ് നമ്മൾ ടേക്ക് ഓവർ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നത് അവരെ ടേക്ക് ഓവർ ചെയ്യാൻ നമ്മൾ നോക്കും. റൈറ്റ്. സോ അവർ നമ്മളെ ടേക്ക് ഓവർ ചെയ്യാൻ നോക്കിയപ്പോൾ we have decided to take over them. By what ways? We will be issuing new shares of our company in the market and raise cash by that way, and that cash will be used to provide a bid for taking over the hostile company. ആ hostile company ടേക്ക് ഓവർ ചെയ്യാനായിട്ടുള്ള ഒരു ബിഡ് നമ്മൾ പ്ലേസ് ചെയ്യും. അപ്പൊ അവരെന്താ നമ്മളെ ടേക്ക് ഓവർ ചെയ്യാൻ നോക്കുവോ അല്ലെങ്കിൽ അവരുടെ ടേക്ക് ഓവറിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുവോ? റൈറ്റ്. സോ ഈ ഒരു ഡിഫൻസ് സക്സസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ അക്വയറർ, ആ റെയ്ഡർ കമ്പനി ഉണ്ടല്ലോ, ദേ വിൽ കോൾ ഓഫ് ഇറ്റ്സ് ബിഡ്. ആ ബിഡിനെ അവർ കോൾ ഓഫ് ചെയ്യും, നിർത്തിവെക്കും. ഫോർ മോർ ഷെയർസ് ആൻഡ് മൈ സൈൻ സ്റ്റാൻഡ് സ്റ്റിൽ അഗ്രിമെന്റ്. എന്നിട്ട് അവർ ഒരു സ്റ്റാൻഡ് സ്റ്റിൽ അഗ്രിമെന്റ് സൈൻ ചെയ്യും. ആ അഗ്രിമെന്റിൽ എന്തായിരിക്കും പറയുന്നുണ്ടാവുക? ഇറ്റ് വിൽ നോട്ട് അക്വയർ അഡീഷണൽ ഷെയർസ്. ഇനി ഈ ടാർഗറ്റ് കമ്പനിയുടെ ഷെയർസ് കൂടുതലായിട്ട് അക്വയർ ചെയ്യില്ല എന്നുള്ള ഒരു സ്റ്റാൻഡ് സ്റ്റിൽ അഗ്രിമെന്റ് ആര് പ്രൊവൈഡ് ചെയ്യും? നമ്മുടെ അക്വയറർ കമ്പനി അല്ലെങ്കിൽ റെയ്ഡർ കമ്പനി പ്രൊവൈഡ് ചെയ്യും. അതിനാണ് പാക്മാൻ ഡിഫൻസ് എന്ന് പറയുന്നുണ്ട്. അവർ റിവേഴ്സ് ടെൻഡർ. നമ്മൾക്കൊരു ഓഫർ വെച്ചപ്പോൾ നമ്മൾ തിരിച്ചും ഒരു ഓഫർ വെച്ചു. അതെങ്ങനെ? We'll be issuing more shares of our company, and the cash raised by that way, by issuing more shares, will be used to place a bid for taking over the hostile company. Right. So if that defense is successful, the acquirer will call off the bid. Our bidline ayal tirichu vilikkum, vendaanu vekkum, cancel the bid, and may sign a standstill agreement. They will sign a standstill agreement sign ചെയ്യും, and in which it agrees not to acquire additional shares. Additional shares ഒന്നും ഇനി അക്വയർ ചെയ്യില്ല എന്നുള്ള ഒരു അഗ്രിമെന്റ് പ്രൊവൈഡ് ചെയ്യും.
Clear? Clear? Okay, just a moment. Done. ഇനിയിപ്പോൾ അക്വയർഡറുടെ കയ്യിൽ കുറച്ച് ഷെയർസ് നമ്മുടെ കമ്പനിയുടെ ഉണ്ടല്ലോ. സോ ദ കമ്പനി മേ ടേക്ക് അറ്റംപ്റ്റ്സ് ടു ബൈ ബാക്ക് ദ ഷെയർസ്. ആ ഷെയർസ് അയാളുടെ കയ്യിൽ നിന്ന് ബൈ ബാക്ക് നടത്താനായിട്ടുള്ള ഒരു അറ്റംപ്റ്റും നടത്താം. ഒരു പേയ്മെന്റ്, ഒരു ഗ്രീൻ മെയിൽ പേയ്മെന്റ് എന്ന് പറയും, അല്ലെങ്കിൽ പ്രീമിയം ബൈ ബാക്ക് ഓഫർ എന്ന് പറയും. സോ the shares owned by the acquirer, a raider company own ചെയ്യുന്ന shares will be purchased back from the acquirer by the target company in a payment. So they will be making a payment to the acquiring company and will be buying back the shares from the acquiring company, and that payment made to the acquirer company is called green mail payment, അല്ലെങ്കിൽ that offer is called premium buyback offer. ഇനി അക്വയറർ കാണുന്നുണ്ടെങ്കിൽ അതൊരു അങ്ങനെ ഒരു ബൈബാക്ക് നടത്തുന്നത് നമ്മൾ മാർക്കറ്റ് പ്രൈസിനായിരിക്കില്ല, കുറച്ചും കൂടെ കൂടിയ പ്രൈസ് ഓഫർ ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഷെയർസ് അയാളിൽ നിന്ന് ബൈബാക്ക് നടത്തുന്നുണ്ടായിരിക്കുക. സോ ഒരു അക്വയററെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് എ പ്രോഫിറ്റബിൾ ഫോർ ദം. കാരണം അയാൾക്ക് മാർക്കറ്റിൽ ആ ഷെയർസ് വെറുതെ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും പ്രൈസ് കിട്ടില്ല. പക്ഷേ ഈ കമ്പനിക്ക് തന്നെ തിരിച്ചു കൊടുക്കുമ്പോൾ ഹി വിൽ ബി കേപ്പബിൾ ഓഫ് ഏർണിംഗ് മോർ എമൗണ്ട്. റൈറ്റ്. പാക്മൻ ഡിഫൻസ് എന്താണ്, റിവേഴ്സ് ടെൻഡർ എന്താണെന്ന് മനസ്സിലായോ? Can I move forward with the next question? Next slide. Okay. So, this is the green mail payment. Next defense strategy is white knight defense. White knight defense എന്ന് പറയും. Right. So white knight defense നെ ഞാനൊന്ന് സ്പെസിഫിക്കലി പറയാനാണെങ്കിൽ, have you seen the film രാവണ പ്രഭു? അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? Have you seen the film രാവണ പ്രഭു? Right. Best example വെച്ച് പറയാന്നുണ്ടെങ്കിൽ, have you seen it? The general question, guys, please respond. Have you seen the film Ravana Prabhu? Hello, I'm not getting any responses from your part. Just ask you simple questions. Have you seen or not? Why hesitate in telling me yes or no? Yes. Only Kirti has seen the movie. Very good. What about others? You are not a movie lovers, I think. Kirti മാത്രമേ സിനിമ കണ്ടിട്ടുള്ളൂ, മറ്റാരും കണ്ടിട്ടില്ല. Right. Okay, let me see who else are the. Okay, and Naveen, obviously. Naveen have seen the film, and none others have seen that movie. I hope you will be very busy with your study, that you got enough time to watch the movie, right? So അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ ഒരു സീക്വൻസ് ഉണ്ട്, റൈറ്റ്? മോഹൻലാൽ, റൈറ്റ്, നമ്മുടെ ക്യാരക്ടർ മോഹൻലാല് ആളുടെ തറവാട് വീട് തിരിച്ചു പിടിക്കാനായിട്ട് ഒരു അറ്റംപ്റ്റ് നടത്തുന്നുണ്ട്, അല്ലേ? അറ്റംപ്റ്റ് നടത്തുമ്പോൾ ഒരു ബാങ്കിന്റെ ലേലം, ഒരു ഓപ്ഷനിൽ പോയി നിന്നിട്ട് ആള് അറ്റംപ്റ്റ് നടത്തുന്നു. സോ 2 പാർട്ടീസ്, റൈറ്റ്? ഒരു എതിർ പാർട്ടി ഉണ്ട്, മറ്റാളുടെ നമ്മുടെ മെയിൻ വില്ലന്റെ ഒരു പാർട്ടീസ് ഉണ്ട്. സോ അവർ രണ്ടുപേരും ഓപ്ഷൻസ് ഒരുപാട് വിലകളിന് പറയുന്നുണ്ട്. എന്നിട്ട് അതിനെക്കാട്ടും ഒരു ടെൻഡർ ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, റൈറ്റ്? ഒരു കൺസീൽഡ് ടെൻഡർ എന്ന് പറഞ്ഞ വാക്കൊക്കെ ഓർമ്മയുണ്ടാവും. ഒരു കൺസീൽഡ് ടെൻഡർ വരുന്നുണ്ട്. ആ ടെൻഡറിൽ ഇവർ പറഞ്ഞതിനെക്കാട്ടും കുറച്ച് എമൗണ്ട് മാത്രം കൂട്ടിയിട്ടാണ് ആ കൺസീൽഡ് ടെൻഡർ പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ടെൻഡറിൽ കിട്ടുന്ന ആൾക്ക് ആ വീടിന്റെ അവകാശം കിട്ടി, റൈറ്റ്? ഹി കുഡ് ബൈ ദാറ്റ് ഹൗസ്, റൈറ്റ്? ആളാരായിരുന്നു? ആ വില്ലന്റെ അവര് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരുന്നു. ആക്ച്വലി അവര് ബൈ ചെയ്യുന്ന പോലെ തന്നെയായിരുന്നു ആ സന്ദർഭം അവിടെ ഉണ്ടായിട്ടുള്ളത്. ഒരു കൺസീൽഡ് ടെൻഡർ വഴി ഈ വില്ലൻ മറ്റ് ഗാങ്സിന്റെ എതിർ ടീംസിന്റെ ആള് തന്നെയായിരുന്നു
കൺസീൽഡ് ടെൻഡർ ഓഫർ ചെയ്തിട്ടുള്ളത്. അയാൾക്ക് അങ്ങനെ ആ ഒരു വീട് പോയി. അങ്ങനെയാണ് ആ കഥാസന്ദർഭം നടന്നിട്ടുള്ളത്. റൈറ്റ്. സോ വൈറ്റ് നൈറ്റ് ഡിഫൻസും ഏറെക്കുറെ അതേപോലെ തന്നെയാണ്. എങ്ങനെയാണ് നോക്കിയേ? If a company is in the position of being taken over by a company that the management doesn't want to be taken over by, management may look for a white knight or another company to bid for the company in a competing tender offer and defeat the first company. എങ്ങനെയാ? ഒരു കമ്പനി, സോ കമ്പനി ഈസ് ഗോയിങ് ടു ബി ടേക്കൺ ഓവർ. റൈറ്റ്. ആ കമ്പനി ടേക്ക് ഓവർ നടത്താൻ വേണ്ടി പോവാണ്. ആൻഡ് ദ മാനേജ്മെന്റ് ഡസൻ വാണ്ട് ടു ബി ടേക്കൺ ഓവർ ബൈ. മാനേജ്മെന്റിന് ആ ടേക്ക് ഓവർ താല്പര്യമില്ല. ദേ ഡോണ്ട് വാണ്ട് ടു ബി ടേക്കൺ ഓവർ. അവർക്ക് ടേക്ക് ഓവർ വേണ്ട. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദ മാനേജ്മെന്റ് മേ ലുക്ക് ഫോർ എ വൈറ്റ് നൈറ്റ്. ഒരു വൈറ്റ് നൈറ്റിന് വേണ്ടി നോക്കും. അല്ലാന്നുണ്ടെങ്കിൽ അനദർ കമ്പനി ടു ബിഡ് ഫോർ ദ കമ്പനി. കമ്പനിക്ക് വേണ്ടിയിട്ട് ഒരു ടെൻഡർ ഓഫർ, ഒരു ടേക്ക് ഓവർ ടെൻഡർ ഓഫർ ഉണ്ടല്ലോ. സോ അവരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് വേറൊരു കോമ്പീറ്റിംഗ് ടെൻഡർ ഓഫർ വെക്കാനായിട്ട് വേറൊരു കമ്പനിനെ അവര് ഏൽപ്പിക്കും. The white knight acquirer would be a company that the target company's management views as more favorable to the incumbent management and shareholders than the hostile acquirer would be. ആ ഹോസ്റ്റൈൽ അക്വയറിനെക്കാട്ടിയും നമ്മൾക്കും കുറച്ചും കൂടെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു കമ്പനി ആയിരിക്കും വൈറ്റ് നൈറ്റ് കമ്പനി ആയിട്ട് നമ്മൾ കാണുന്നുണ്ടായിരിക്കുക. ദാറ്റ് കമ്പനി വിൽ ബി മേക്കിംഗ് എ കോമ്പീറ്റിംഗ് ടെൻഡർ ഓഫർ ടു അക്വയർ അവർ കമ്പനി അഗെയിൻസ്റ്റ് ദ ഹോസ്റ്റൈൽ അക്വയറർ. ഈ ഹോസ്റ്റൈൽ അക്വയററുടെ ഒപ്പം തന്നെ നമ്മുടെ കമ്പനി ടേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആര് വെക്കും? ഈ വൈറ്റ് നൈറ്റ് കമ്പനി വെക്കും. ആ വൈറ്റ് നൈറ്റ് കമ്പനി വെക്കുന്ന ഓഫർ മച്ച് ബെറ്റർ ദാൻ ദി ഹോസ്റ്റൈൽ അക്വയർ. ഹോസ്റ്റൈൽ അക്വയറിനെക്കാട്ടിയും ബെറ്റർ ആയിരിക്കും ഈ വൈറ്റ് നൈറ്റ് കമ്പനിയുടെ ഓഫർ. അതുവഴി എന്തായിരിക്കും നടക്കുന്നുണ്ടായിരിക്കുക? ഷെയർ ഹോൾഡേഴ്സ് വിൽ ബി ഇൻട്രസ്റ്റഡ് ഇൻ മോർ, അല്ലെ? അവർക്ക് കൂടുതൽ ബെറ്റർ ഓഫർ ഏതാ അതിലോട്ട് പോകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വൈറ്റ് നൈറ്റ് കമ്പനി നമ്മുടെ കമ്പനിയുടെ വല്ല ഫ്രണ്ട് കമ്പനി ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു കമ്പനി ആയിരിക്കാം. അങ്ങനെ അവരായിരിക്കും നടത്തുന്നുണ്ടായിരിക്കുക. പിന്നീട് നമ്മൾ അവരിൽ നിന്ന് തിരിച്ചു മേടിക്കായിരിക്കും ചെയ്യുന്നുണ്ടാവുക. That type of defense is called white knight defense, which means that if the company is not in a position of being taken over by, or the management is against this takeover attempt, so the management may appoint, അല്ലെങ്കിൽ may look for a white knight company, a company who wants to make bid a competing, who will be making a competing tender offer with to defeat the hostile acquiring company. And the white knight company will win that tender offer and they will be acquiring our company. Afterwards, the white knight company and our target company will be making necessary arrangements and the takeover will be cancelled. Right. White knight defense clear ആണോ? ആ ഒരു എക്സാമ്പിൾ നിങ്ങൾ ഓർത്താൽ മതി, അതെങ്ങനെയാണെന്ന് മനസ്സിലായിക്കോളൂ. ആക്ച്വലി നമ്മൾ തന്നെയാണ്, നമ്മുടെ തന്നെ ഒരു എന്താ പറയണ, ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഫേം അല്ലെങ്കിൽ ഫ്രണ്ട്ലി ഫേം അവർ നമ്മൾക്ക് വേണ്ടി ആക്ട് ചെയ്യുന്നു. സോ അവർ കോമ്പീറ്റിംഗ് ടെൻഡർ വെച്ചിട്ട് ഹോസ്റ്റൈൽ അക്വയറിനെ അതിൽ ഡിഫീറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ കമ്പനിനെ അക്വയർ ചെയ്യുന്നു. ദെൻ ആഫ്റ്റർ ദാറ്റ് വി വിൽ ബി മേക്കിംഗ് അറേഞ്ച്മെന്റ്സ് വിത്ത് ദം. ക്ലിയർ ആണോ? ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. Lock-up provision. ലോക്കപ്പ് പ്രൊവിഷൻ എന്താ പറയുന്നുണ്ടാവുക? ലോക്കപ്പ് പ്രൊവിഷനിൽ നേരത്തെ ഒരു വൈറ്റ് നൈറ്റ് കമ്പനി നമ്മുടെ ഒരു കോമ്പീറ്റിംഗ് ടെൻഡർ ഓഫർ ആണ് ഇവിടെ വെക്കുന്നത്. ഇതിന് പകരം നമ്മുടെ അക്വയറർ കമ്പനി അല്ലെങ്കിൽ ഹോസ്റ്റൈൽ കമ്പനി ഫ്രസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ട് വിൽ ബി ഡൂയിങ്, വി വിൽ ബി ഓഫറിംഗ് നമ്മുടെ ടാർഗറ്റ് കമ്പനി വിൽ ബി ഓഫറിംഗ് ദ വൈറ്റ് നൈറ്റ് കമ്പനി. വൈറ്റ് നൈറ്റ് കമ്പനിക്ക് നമ്മുടെ സ്റ്റോക്സും നമ്മുടെ അസറ്റ്സും ഒക്കെ വിൽക്കാൻ തുടങ്ങും. So what happened? By the hostile company will be frustrated. കാരണം they are willing to take over our company. But if we are selling our assets and our stock to other company, what will happen? They will feel less attractive. നമ്മുടെ കമ്പനി ലെസ് അട്രാക്റ്റീവ് ആയിട്ട് മാറും. അവർക്ക് ടേക്ക് ഓവർ അറ്റംപ്റ്റിൽ നിന്നും പിന്മാറേണ്ടതായിട്ട് വരും. The target company gives an option to the white knight to purchase selected subsidiaries of the target company or its shares. നമ്മുടെ കമ്പനിയുടെ സെലക്റ്റീവ് സബ്സിഡിയറീസിനെയോ അല്ലെങ്കിൽ ഷെയർസിനെയോ പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ആർക്ക് കൊടുക്കും? ഈ വൈറ്റ് നൈറ്റ് കമ്പനിക്ക് കൊടുക്കും. The option can be exercised only if the merger is not completed between the white knight and the target company. ഈ ഓപ്ഷൻ എപ്പോൾ മാത്രമേ എക്സസൈസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? ഈ ടാർഗറ്റ് കമ്പനിയും വൈറ്റ് നൈറ്റ് കമ്പനിയും തമ്മിലുള്ള മെർജർ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ മാത്രമേ ഈ ഒരു ഓപ്ഷൻ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂ. The offer is for the sale of the target company's major assets.
എന്തായിരിക്കും നമ്മളവിടെ വിൽക്കുന്ന അസെറ്റ്സ്? നമ്മുടെ കമ്പനിയുടെ മേജർ അസെറ്റ്സ്, നമ്മുടെ കമ്പനിയിലെ മറ്റൊരു കമ്പനിക്ക് ടേക്ക് ഓവറിന് അട്രാക്റ്റീവ് ആക്കുന്ന മേജർ ആയിട്ടുള്ള അസെറ്റ് ഉണ്ടാവുമല്ലോ, നമ്മുടെ ഇതിൽ സ്പെസിഫിക്കേറ്റഡ് പ്ലാന്റ് അസെറ്റ്, ഫാക്ടറി, അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അതായിരിക്കും നമ്മൾ വിൽക്കുന്നുണ്ടാവുക. ക്രൗൺ ജ്വൽസ് എന്നാണ് ഇത് പറയുന്നുണ്ടാവുക. നമ്മുടെ മേജർ അസെറ്റ്സിനെ ക്രൗൺ ജ്വൽസ് എന്ന് പറയും. നമ്മുടെ ക്രൗൺ ജ്വൽസ്, ആ മേജർ അസെറ്റ്സിനെ ആയിരിക്കും ആ വൈറ്റ് നൈറ്റ് കമ്പനിക്ക് നമ്മൾ വിൽക്കുന്നുണ്ടാവുക. ഫോർ വാട്ട്? ടു ഫ്രസ്ട്രേറ്റ് ദി ഹോസ്റ്റൈൽ അക്വയറർ, effectively putting them out of the reach of the hostile acquirer. ആ hostile acquirer റീച്ചിന് പുറത്താക്കാനായിട്ട്, which means that they will not be, when they acquire us, they cannot acquire that particular assets. The offer is attractively priced, but it also locks up the asset or shares so that they cannot be resold by the white knight without the target firm's approval. ഇങ്ങനെ നമ്മൾ നമ്മുടെ ഷെയർസും സ്റ്റോക്സും ഒക്കെ ആർക്ക് വിറ്റു? വൈറ്റ് നൈറ്റിന് വിറ്റു. വെറുതെ ഇല്ല, നമ്മൾ അതിന്റെ കൂടെ ഒരു പ്രൊവിഷനും കൂടെ അറ്റാച്ച് ചെയ്യും. വി വിൽ ബി അറ്റാച്ചിങ് എ ലോക്കപ്പ് പ്രൊവിഷൻ. എന്തായിരിക്കും അത്? ഇനി വൈറ്റ് നൈറ്റിന് ഈ അസറ്റ് ഒക്കെ റീസെല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദേ ഹാവ് ടു ഒബ്റ്റെയിൻ ദ കൺസെന്റ് ഓഫ് ദ ടാർജറ്റ് കമ്പനി. ടാർജറ്റ് കമ്പനിയുടെ കൺസെന്റ് കിട്ടിയാൽ മാത്രമേ അസറ്റിനെയും അല്ലെങ്കിൽ ആ ഷെയർസിനൊക്കെ റീസെല് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ പ്രൊവിഷനും കൂടെ അറ്റാച്ച് ചെയ്തിട്ടായിരിക്കുള്ളൂ ഈ ഒരു സെല്ലിംഗ് ഓഫ് അസറ്റ്സും അല്ലെങ്കിൽ സെല്ലിംഗ് ഓഫ് ഷെയർസും നടക്കുന്നുണ്ടായിരിക്കുക. ദാറ്റ് ഈസ് ലോക്കപ്പ് പ്രൊവിഷൻ. ക്ലിയർ? Is it clear? A lockup provision is an offer by the target company to sell stock or assets to a white knight in order to frustrate a hostile acquirer's effort. The target company gives an option to the white knight to purchase selected subsidiaries of the target company or its shares. The option can be exercised only if the merger is not completed between the white knight and the target company. The offer is for the sale of the target company's major assets or crown jewels or its controlling shares ആയിരിക്കാം, അല്ലെങ്കിൽ controlling interest in the ownership of its capital, effectively putting them out of the reach of the hostile acquirer. Hostile acquirer will not be in a position to acquire those assets. The offer is attractively priced ആയിരിക്കും, but it also locks up the assets or shares so they cannot be resold by the white knight without the target firm's approval. ഈ ടാർജറ്റ് ഫേമിന്റെ അപ്രൂവൽ ഇല്ലാതെ ഇതിനെ നമ്മൾക്ക് റീസെൽ ചെയ്യാനോ അല്ലെങ്കിൽ വേറെ ഒന്നും ഡിസ്പോസ് ചെയ്യാനായിട്ടൊന്നും പറ്റില്ല. അങ്ങനെ പ്രൊവിഷനും കൂടെ അറ്റാച്ച് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മുടെ ഈ ക്രൗൺ ജ്വൽസ് ഇവർക്ക് വിൽക്കുള്ളൂ. റൈറ്റ്? ക്ലിയർ ആണോ? ഈസ് ഇറ്റ് ക്ലിയർ? ഓക്കേ. So this was our takeover defenses and strategies. Next we are going to learn another topic which is diverse teachers. അതായൊരു ചെറിയൊരു ടോപ്പിക് ആണുള്ളത്. That I will be explaining to you. Just a moment.
topic that we are going to deal. So the next topic that we are going to deal is divestitures. ഈ ഇതിന് കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ്സിൽ നമ്മുടെ ബിസിനസ് കോമ്പിനേഷൻസ് ആയിട്ടുള്ള എന്താ പറയുന്നുണ്ടാവുക ഈ മെർജേഴ്സ് അക്വിസിഷൻസ് മാത്രമല്ല, വി ഓൾസോ ഹാവ് ഡൈവെസ്റ്റീച്ചേഴ്സ്. ഡൈവെസ്റ്റ് മീൻസ് വി ആർ സെപ്പറേറ്റിംഗ് ലൈക്ക് അതും കൂടെ ലിക്വിഡേറ്റിംഗ് അല്ലെങ്കിൽ ഡൈവെസ്റ്റിംഗ്, ഡിവെസ്റ്റിംഗ് അല്ലെങ്കിൽ ഡിസ്ഇൻവെസ്റ്റിംഗ് ഏറെക്കുറെയൊക്കെ സിമിലർ ആയിട്ടുള്ള ഒരു ടേംസ് ആണ്. സോ അതും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ആയിട്ടുണ്ടാവും. സോ ഡിവെസ്റ്റ്മെന്റ് ഇസ് divestiture means divestment എന്ന് പറഞ്ഞൊരു വാക്കാണത്. Divestment is the process of selling or otherwise disposing of an asset. The company may accomplish a divestiture by various methods, right? So divestment means it is the process of selling or otherwise disposing of an asset. ഒരു അസറ്റ് സെൽ ചെയ്യുക അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യുക എന്നുള്ളതാണ് ഡൈവെസ്റ്റ്മെന്റ്. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡിവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നുണ്ടായിരിക്കുക. സോ ബിസിനസ്സിലും ഇതേപോലെ തന്നെ സെല്ലിംഗ് ഉണ്ടായിരിക്കും, ഡിസ്പോസിങ് ഉണ്ടായിരിക്കും ബിസിനസ്സിന്റെ അസറ്റ്സിനെ. അതിന് എന്തൊക്കെ മെത്തേഡ്സ് ആണെന്നാണ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടാവുക. സോ ലെറ്റ്സ് ഡിസ്കസ് ദാറ്റ്. Assets, divisions, subsidiaries to another corporation or combinations of corporations or individuals. So we will be selling our assets, maybe ഒരു ഡിവിഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു സബ്സിഡിയറി ആയിരിക്കാം. To whom? To another corporation അല്ലെങ്കിൽ corporations or individual. ഒരു കമ്പനിക്കോ മറ്റ് കമ്പനീസിനോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിനോ നമ്മുടെ അസറ്റ്സ് വിൽക്കുക, ഡിവിഷൻസ് വിൽക്കുക, സബ്സിഡിയറീസ് വിൽക്കുക, അതിനെയാണ് ഡൈവെസ്റ്റീച്ചേഴ്സ് എന്ന് പറയുന്നുണ്ടാവുക. So here divest company A without subsidiary B. കമ്പനി എക്ക് ഒരു സബ്സിഡിയറി ഉണ്ടായിരുന്നു ബി. ഒരു കമ്പനി ആയിരുന്നു ഇത് ഫുള്ള്. ഡൈവെസ്റ്റീച്ചറിന് മുമ്പ് ഒരു കമ്പനി ആയിരുന്നു, അതിനൊരു സബ്സിഡിയറി ബി എന്ന് പറഞ്ഞ സബ്സിഡിയറി ഉണ്ടായിരുന്നു. ദിസ് ബി സി കമ്പനി, ഒരു കമ്പനി സി ഈ സബ്സിഡിയറി ബിനെ അവർ മേടിച്ചു. സോ സബ്സിഡിയറി ബി ഇല്ലാത്തതായിരിക്കും ഇനി കമ്പനി എ. I hope you get that point. It is a pictorial ഒരു എന്താ റെപ്രസെന്റേഷൻ ആണ്. സോ നമ്മുടെ കമ്പനി ഇതായിരുന്നു നമ്മുടെ കമ്പനി ബിഫോർ ഡൈവെസ്റ്റീച്ചർ. വി ആർ ഹാവിങ് എ സബ്സിഡിയറി ബി എന്ന് പറഞ്ഞിട്ടൊരു സബ്സിഡിയറി ഉണ്ട്. വേറൊരു കമ്പനി ഉണ്ട് സി കമ്പനി. ദേ വിൽ ബി അക്വയറിംഗ് ദി സബ്സിഡിയറി. ഈ സബ്സിഡിയറിനെ അവർ അക്വയർ ചെയ്യും. ഇനി എന്താ, ഈ നമ്മുടെ കമ്പനി എക്ക് ബി എന്ന് പറഞ്ഞ സബ്സിഡിയറി ഇല്ല. ഇനി കമ്പനി എ എന്ന് പറയുമ്പോൾ ബി സബ്സിഡിയറി ബി ഇല്ലാത്ത മറ്റു പോർഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. നൗ കമ്പനി സി ഹാസ് അക്വയർഡ് ദിസ് സബ്സിഡിയറി. സോ ദിസ് ഈസ് പാർട്ട് ഓഫ് ദ കമ്പനി സി. കണ്ട, after the divestiture, the subsidiary B is acquired by company C and company A ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ഇൻ ഓർഡർ ഫോർ ഈ ഒരു സബ്സിഡിയറി ബീനെ അവർ മേടിക്കാൻ വേണ്ടിയിട്ട് കമ്പനി സി വിൽ ബി പ്രൊവൈഡിങ് സം കൺസിഡറേഷൻ. ആ കൺസിഡറേഷൻ എന്തായിരിക്കും? ക്യാഷ് ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കോമൺ സ്റ്റോക്കോ സെക്യൂരിറ്റീസ് ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ അസറ്റ്സ് ആയിട്ടും കൊടുത്തിട്ട് ഈ സബ്സിഡിയറിനെ മേടിക്കും കമ്പനി സി. ക്ലിയർ? ഇതൊരു പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ ആണ്, നത്തിങ് മച്ച് ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ്, ഫീച്ചേഴ്സ് ഓഫ് ദി divestiture. എങ്ങനെയാ? സെല്ലിംഗ് കമ്പനി ഉണ്ടായിരിക്കും, പർച്ചേസിംഗ് കമ്പനി ഉണ്ടായിരിക്കും. ദാറ്റ് പർച്ചേസിംഗ് കമ്പനി വിൽ ബി പേയിങ് ദ സെല്ലിംഗ് കമ്പനി സം കൺസിഡറേഷൻ. കൺസിഡറേഷൻ എങ്ങനെയൊക്കെ ആയിരിക്കാം? ഇറ്റ് മേ ബി ഇൻ ദ ഫോം ഓഫ് ക്യാഷ്, ഇറ്റ് ക്യാൻ ബി ഇൻ ദ ഫോം ഓഫ് സെക്യൂരിറ്റീസ്, or it can be in the form of other assets ആയാലും കൊടുത്തിട്ടായാലും ആ ഒരു സബ്സിഡിയറിനെ മേടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓർ കോമ്പിനേഷൻസ് ഓഫ് ബോത്ത് ത്രീ, ഇതിന്റെ മൂന്നിന്റെയും കോമ്പിനേഷൻസ് യൂസ് ചെയ്തിട്ടും ആ ഒരു സബ്സിഡിയറിനെ ആ ഒരു ഡിവിഷനെ മേടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇറ്റ് ആർ ടാക്സബിൾ ഇവന്റ്സ് ആയിരിക്കും. സെല്ലിംഗ് കോർപ്പറേഷൻ അതൊരു ടാക്സബിൾ ഇവന്റ് ആയിരിക്കും. അതിൽ നിന്ന് കിട്ടിയ കൺസിഡറേഷന്, അതിന്റെ പ്രോഫിറ്റിന് the company has to pay taxes. Yeah, the first type of divestiture we are going to deal is spin-off. Spin-off or corporate spin-off. ഇതിനെ നമ്മൾക്ക് വേറൊരു പേരും കൂടി ഇട്ട് വിളിക്കാൻ വേണ്ടി പറ്റും. It can also be called what? Corporate spin-off എന്നും കൂടെ നമുക്ക് അതിനെ പറയാൻ വേണ്ടിയിട്ട് പറ്റും. So before going to the spin-off means, before going to the spin-off, let me tell you about one term which is called partial sell-off assets.
പാർഷ്യൽ സെൽ ഓഫ് അസറ്റ്സ് എന്താണെന്ന് പറയാം. ദ പാർഷ്യൽ സെൽ ഓഫ് അസറ്റ്സ് മീൻസ് ഒരു കമ്പനിയുടെ ഒരു അസറ്റ്, ഒരു പാർട്ട് നമ്മൾ വിൽക്കാണ് ചെയ്യുന്നുണ്ടാവുക. സോ ഒരു അസറ്റ് നമ്മൾ വിൽക്കണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത് വിച്ച് വിൽ ബി ഓക്കെ. ഇനി നമ്മൾ വിൽക്കാന്നുണ്ടെങ്കിൽ ഇഫ് എ കമ്പനി, ഒരു കമ്പനിയുടെ ഒരു പാർട്ട്, ഒരു ഡിവിഷൻ ഉണ്ട്, ഒരു സെഗ്മെന്റ് ഉണ്ട്, ദാറ്റ് സെഗ്മെന്റ് ഈസ് നോട്ട് സോ പ്രോഫിറ്റബിൾ അല്ല നമ്മൾ മനസ്സിലാക്കുകയാണ്. ആ ഒരു സെഗ്മെന്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത് വഴി നമ്മൾക്ക് ലോസ് ആണ് ഉണ്ടാകുന്നത്, നമ്മൾക്കത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായി. അപ്പോൾ വാട്ട് വിൽ ബി ഡു, വി വിൽ ബി സെല്ലിങ് ദാറ്റ് സെഗ്മെന്റ്. ആ സെഗ്മെന്റ് സെല്ല് ചെയ്യും. എപ്പോ ആ സെഗ്മെന്റ് സെല്ല് ചെയ്യുന്നത് ഞാനത് ഓപ്പറേറ്റ് ചെയ്യുന്നതിനെക്കാട്ടിയും ബെറ്റർ ആണ്. ദ സെല്ലിംഗ് ഓഫ് ദാറ്റ് സെഗ്മെന്റ് വിൽ ബി മച്ച് ബെറ്റർ, മീൻസ് അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ ഞാനത് ഓപ്പറേറ്റ് ചെയ്ത് കിട്ടുന്ന റിട്ടേണിനെക്കാട്ടിയും കൂടുതലാണെന്ന് മനസ്സിലാകുമ്പോൾ ഐ വിൽ ബി സെല്ലിങ് ദാറ്റ് സെഗ്മെന്റ്. ആ ഒരു അസറ്റിന്റെ പാർട്ട് അല്ലെങ്കിൽ ആ ഒരു ഡിവിഷനെ ഞാൻ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കും. സോ അങ്ങനെ നമ്മൾ സെല്ല് ചെയ്യുമ്പോൾ വി വിൽ ബി റിസീവിങ് സം പ്രൊസീഡ്സ്. ദാറ്റ് പ്രൊസീഡ്സ് വിൽ ബി റിസീവ്ഡ് ഇൻ ദ ഫോം ഓഫ് ക്യാഷ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസിന്റെ ഫോമിലായിരിക്കും അതിനെ വിൽക്കുന്നുണ്ടാവുക. ആൻഡ് സെല്ല് ചെയ്യുമ്പോൾ വി ആർ ഗെറ്റിംഗ് മോർ ക്യാഷ് അല്ലെങ്കിൽ മോർ റിസോഴ്സസ് നമ്മുടെ കമ്പനിയിലോട്ട് വരികയാണ്. ലേറ്റർ ഞാനത് ഓപ്പറേറ്റ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ലോസ് ആണ്, ഞാനത് വിറ്റപ്പോൾ എനിക്ക് പ്രോഫിറ്റ് ആണ്. ഡു ഇറ്റ് വിൽ എൻഹാൻസ് ദ ഷെയർ ഹോൾഡർ വാല്യൂ. എൻ്റെ സെല്ലിംഗ് ഫേമിൻ്റെയും എൻഹാൻസ് ചെയ്യും. ഏത് കമ്പനിയാണോ പർച്ചേസ് ചെയ്യുന്നത് അവർക്ക് ചിലപ്പോൾ അതിന് ബെറ്റർ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. സോ അവരുടെയും ഷെയർ ഹോൾഡറുടെ വാല്യൂ ഇൻക്രീസ് ആയിരിക്കും. അസറ്റിന്റെ പ്രൊഡക്ടിവിറ്റിയും ഇൻക്രീസ് ആയിരിക്കും. ചിലപ്പോൾ അസറ്റ് എൻ്റെ അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം അത് പ്രൊഡക്റ്റീവ് അല്ലാതെ മാറിയത്. ചിലപ്പോൾ ആ പർച്ചേസിങ് ഫേം അവർ ഓപ്പറേറ്റ് ചെയ്യാണ് അല്ലെങ്കിൽ അവർ അതിനെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സപ്പോസ് മേ ബി ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ദി അസറ്റ്സ് മേ ഇൻക്രീസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെയും ആ പർച്ചേസിങ് ഫേമിൻ്റെയും സെല്ലിംഗ് ഫേമിൻ്റെയും പർച്ചേസിങ് ഫേമിൻ്റെയും വാല്യൂ ഇൻക്രീസ് ചെയ്യാണ് അവിടെ ചെയ്യുന്നുണ്ട്. ബിക്കോസ് ദാറ്റ് അസറ്റ് ഈസ് ട്രാൻസ്ഫർ ടു എ കമ്പനി ഹൂ ഇസ് ഇൻ എ പൊസിഷൻ ടു മാനേജ് ഇറ്റ് ബെറ്റർ ദാൻ മൈ, അല്ലെ, എന്നെക്കാട്ടിയും കൂടുതൽ എന്നെക്കാട്ടിയും ബെറ്റർ ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിയിലോട്ടാണ് ആ അസറ്റിനെ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. സോ ദേ കുഡ് യൂസ് ദാറ്റ് അസറ്റ്സ് ഇൻ എ ബെറ്റർ വേ ആൻഡ് ദേ കുഡ് മേക്ക് ഇറ്റ് മോർ പ്രൊഡക്റ്റീവ് ആൻഡ് ദേ കുഡ് ഏൺ ബെറ്റർ, റൈറ്റ്. ഞാനത് ഓപ്പറേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ എനിക്കത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള റിസോഴ്സസ് ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഐ വിൽ ബി ഓൺലി മേക്കിംഗ് ലോസ് ആണ് ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. സോ ഞാൻ വിൽക്കാന്നുണ്ടെങ്കിൽ അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നല്ലത്. എൻ്റെ പ്രസന്റ് വർത്ത് നോക്കുകയാണെങ്കിൽ, നെറ്റ് പ്രസന്റ് വാല്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെല്ലിംഗ് ദാറ്റ് അസറ്റ് വിൽ ബി മച്ച് വർത്തി ടു മീ ദാൻ ഓപ്പറേറ്റിംഗ് ഇറ്റ്. സോ ഐ വിൽ ബി സെല്ലിംഗ് ഇറ്റ് വിച്ച് വിൽ ഇൻക്രീസ് മൈ ഷെയർ ഹോൾഡേഴ്സ് വാല്യൂ. ദാറ്റ് ഈസ് പാർഷ്യൽ സെൽ ഓഫ് അസറ്റ്സ്. ഇനി ദിസ് ഓഫ് ഇസ് സിമിലർ ടു ദിസ് പാർഷ്യൽ സെൽ ഓഫ് അസറ്റ്സ്. പാർഷ്യൽ സെൽ ഓഫ് അസറ്റ്സിനോട് സിമിലർ ആയിരിക്കും ഈ സ്പിൻ ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിയർ. പക്ഷെ വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ ബിസിനസ് യൂണിറ്റ് ഇസ് നോട്ട് സോൾഡ് ഫോർ ക്യാഷ് ഓർ സെക്യൂരിറ്റീസ്. ആ ഒരു ബിസിനസ് യൂണിറ്റ് ക്യാഷിനോ സെക്യൂരിറ്റീസിനോ നമ്മൾ വിൽക്കുന്നില്ല. ഇൻസ്റ്റെഡ് വാട്ട് വി ആർ ഡൂയിങ് ഇസ് ദാറ്റ് കോമൺ സ്റ്റോക്ക് ഇസ് ദ spun off segment is issued and distributed to existing company shareholders on a pro rata basis. The segment becomes a completely separate company. Suppose എൻ്റെ ഒരു കമ്പനി ഉണ്ട്. സോ ഐ ആം ഓപ്പറേറ്റിംഗ് എ കമ്പനി. എൻ്റെ കമ്പനിയുടെ പേര് സപ്പോസ് ABC കമ്പനി എന്നാണ് എൻ്റെ കമ്പനിയുടെ പേര്. ഐ നോ ഇറ്റ്സ് വെരി ഫ്രഷ്. ABC കമ്പനി. സോ എൻ്റെ ഒരു ഡിവിഷനാണ് C, റൈറ്റ്. എനിക്ക് A എന്ന് പറഞ്ഞിട്ടൊരു ഡിവിഷൻ ഉണ്ട്, B എന്ന് പറഞ്ഞിട്ടൊരു ഡിവിഷൻ ഉണ്ട്, C എന്ന് പറഞ്ഞിട്ടൊരു ഡിവിഷൻ ഉണ്ട്. ദ C ഇസ് നോട്ട് മച്ച്. എനിക്ക് C ഓപ്പറേറ്റ് ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് എൻ്റെ കൂട്ടത്തിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ്സ് നോട്ട് മച്ച് ബെനിഫിഷ്യൽ. സോ വാട്ട് വിൽ ഐ ഡു, ഐ വിൽ സ്പിൻ ഓഫ് ദിസ് സെഗ്മെന്റ് B. ഈ ഒരു സീനെ ഞാൻ എൻ്റെ ഓർഗനൈസേഷനിൽ നിന്ന് സ്പിൻ ഓഫ് നടത്തും. സോ ഈ C എനിക്കിപ്പോൾ ഇല്ല. ദിസ് C ബിക്കംസ് അനദർ കമ്പനി. സീനെ ഞാനൊരു സെപ്പറേറ്റ് കമ്പനി ആക്കിയിട്ട് മാറ്റും. എന്നിട്ട് ഈ സിയുടെ ഷെയർസ് ഉണ്ടല്ലോ, കോമൺ ഷെയർസ്, ദാറ്റ് വിൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്. എൻ്റെ കമ്പനിയുടെ, അതായത് നമ്മുടെ ABC കമ്പനിയുടെ ഒരു ഭാഗമാണ് C. ആ സീനെ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ട് വേറൊരു കമ്പനി ആക്കിയിട്ട് മാറ്റും. എന്നിട്ട് അതിൻ്റെ ഷെയർസ് നമ്മുടെ കമ്പനിയിലത്തെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് പ്രോ റേറ്റ ബേസിസിൽ അലൊക്കേറ്റ് ചെയ്ത് കൊടുക്കും. റൈറ്റ്. സോ നൗ ദിസ് ABC കമ്പനിയുടെ ഭാഗമല്ല C കമ്പനി. C ഈസ് എ സെപ്പറേറ്റ് കമ്പനി. ഇനി നമ്മുടെ ABCയിൽ ഈ AB മാത്രം ഉണ്ടാവുള്ളൂ. C becomes a separate company and the common shares of the C will be distributed to the existing shareholders of the parent company on the pro rata basis. Actually എന്താ ഒരു വ്യത്യാസം ഉണ്ടാവുന്നേ,
അവിടെ പ്രത്യേകിച്ച് ക്യാഷ് ഒന്നും എടുത്തിട്ട് ബൈബാക്കോ പർച്ചേസിങ്ങോ സെയിലോ നടത്തുന്നില്ല. സീനെ സെപ്പറേറ്റ് ആക്കിയിട്ട് നമ്മളൊരു സെപ്പറേറ്റ് കമ്പനിയാക്കി മാറ്റുന്നു. അതിന് സെപ്പറേറ്റ് മാനേജ്മെന്റ് ഉണ്ടാകും, സെപ്പറേറ്റ് ഓപ്പറേഷൻസ് ഒക്കെ കൊടുക്കുന്നു. സോ ചിലപ്പോൾ അതിന് ബെറ്റർ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, ബെറ്റർ പ്രോഫിറ്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. എന്നിട്ട് ഈ സിയുടെ ഷെയർസ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് പ്രോറേറ്റ ബേസിസിൽ അലൊക്കേറ്റ് ചെയ്ത് കൊടുക്കും. ദാറ്റ് ഈസ് സ്പിൻ ഓഫ് ഓർ കോർപ്പറേറ്റ് സ്പിൻ ഓഫ്. വി ആർ സെപ്പറേറ്റിംഗ് ഇറ്റ്. ക്ലിയർ ആണോ? Is it clear? Is it clear? Okay. സോ പിക്ചോറിക് റെപ്രസെന്റേഷൻ ആണ്. നെക്സ്റ്റ് ഇക്വിറ്റി കാർവ് ഔട്ട്. അടുത്ത ഫോം ആണ് ഇക്വിറ്റി കാർവ് ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പിൻ ഓഫ് പോലെ തന്നെയാണ് ഇക്വിറ്റി കാർവ് ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഓൺലി ഡിഫറൻസ് ഇസ് ദാറ്റ് ഐ വിൽ ബി എക്സ്പ്ലെയിനിങ് ടു യു ബൈ വേ ഓഫ് എക്സാമ്പിൾസ്. എക്സാമ്പിൾ വെച്ച് പറയുമ്പോഴായിരിക്കും കുറച്ചും കൂടെ. നമ്മുടെ എക്സാമ്പിൾ തന്നെ ABC കമ്പനി ആയിരുന്നു തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. നമ്മുടെ ഒരു സി ഡിവിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ A ഉണ്ട്, B ഉണ്ട്, C ഡിവിഷൻ എന്ന് പറഞ്ഞിട്ട് 3 ഡിവിഷൻസ് ഉണ്ട്. സോ ഐ വിൽ ബി കാർവിംഗ് ഔട്ട്. ഈ C ഡിവിഷനെ ഞാൻ സെപ്പറേറ്റ് ചെയ്യാണ്. C ഡിവിഷനെ സെപ്പറേറ്റ് ചെയ്യാണ് ആൻഡ് ഫോംഡ് സെപ്പറേറ്റ് ടു ഫോം എ ന്യൂ കമ്പനി. ഒരു പുതിയ കമ്പനി ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് വാട്ട് വിൽ ഐ ഡു ഇസ് ദാറ്റ് നേരത്തെ ഈ സ്പിൻ ഓഫിൽ ഐ വിൽ ബി ഡിസ്ട്രിബ്യൂട്ടിംഗ് ദ ഷെയർസ് ഓഫ് ദ സി കമ്പനി. ഞാൻ പുതിയ കമ്പനി ഫോം ചെയ്തു, ഏതാണ്? സി കമ്പനി. That shares is distributed to the existing shareholders of the parent company in pro rata basis. പക്ഷെ ഇക്വിറ്റി കാർവ് ഔട്ടിലാണെന്നുണ്ടെങ്കിൽ we will not be issuing the shares to the existing shareholders. Existing shareholdersന് നമ്മൾ കൊടുക്കില്ല, but it will be sold to the public. പബ്ലിക്കിന് നമ്മൾ വിൽക്കാണത് ചെയ്യുന്നുണ്ടായിരിക്കുക. ബട്ട് ഇവിടെ എന്താണ്, കുറച്ച് ഷെയർസ് നമ്മൾ പബ്ലിക്കിന് വിൽക്കും, മെജോറിറ്റി വിൽ ബി റീറ്റെയിൻഡ് ബൈ ദ കമ്പനി, റൈറ്റ്? മെജോറിറ്റി ഏത് കമ്പനി റീറ്റെയിൻ ചെയ്യും? നമ്മുടെ ഇപ്പോഴത്തെ കമ്പനി റീറ്റെയിൻ ചെയ്യും. മെജോറിറ്റി റീറ്റെയിൻഡ് ബൈ പാരന്റ് കമ്പനി. പാരന്റ് കമ്പനി മെജോറിറ്റി ഓഫ് ദ ഫുൾ കൺട്രോൾ കൊടുക്കൊന്നുമില്ല പബ്ലിക്കിന് ഇക്വിറ്റി കാർവ് ഔട്ട് വഴി. പക്ഷെ ഇവിടെ എന്താ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് പ്രൊറേറ്റ ബേസിസിലൊന്നും അലക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇത് നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് പോലെ നമ്മൾ അതിനെ കൺസിഡർ ചെയ്യും, നമ്മുടെ ഒരു സബ്സിഡിയറി ആയിട്ട് അതിനെ ആക്ട് ചെയ്യും. സോ വി ആർ ഹാവിംഗ് എ കമ്പനി ഉണ്ട്, അതിൽ A, B എന്ന് പറഞ്ഞ 3 C എന്ന് പറഞ്ഞ 3 ഡിവിഷൻ ഉണ്ട്. ആ C ഡിവിഷനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് സെപ്പറേറ്റ് കമ്പനി ആയിട്ട് ഫോം ചെയ്യും. എന്നിട്ട് അതിന്റെ മെജോറിറ്റി ഷെയർസ് ഈ ABC കമ്പനി ഹോൾഡ് ചെയ്യും. മാത്രമല്ല റിമൈനിങ് കുറച്ച് എന്ത് ചെയ്യും, മെജോറിറ്റി ഹോൾഡ് ചെയ്തിട്ട് റിമൈനിങ് നമ്മൾ പബ്ലിക്കിന് ഓഫർ ചെയ്യും, പബ്ലിക്കിന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓഫർ ചെയ്യും. ഇവിടെ എന്താ ഹാപ്പൻ ചെയ്യുന്നുണ്ടാവുക, ഇവിടെ നമ്മൾക്ക് അഡീഷണൽ ഫണ്ട് റേസ് ആവുന്നുണ്ട്. ഓൾസോ കോൾഡ് പാർഷ്യൽ IPO, പാർഷ്യൽ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്നൂടെ പറയും. പാർഷ്യൽ പാരന്റ് കമ്പനി സെൽസ് എ പെർസെൻറ്റേജ് ഓഫ് ദ ഇക്വിറ്റി ഓഫ് എ സബ്സിഡിയറി ടു ദ പബ്ലിക് സ്റ്റോക്ക് മാർക്കറ്റ്. പാരന്റ് കമ്പനി ഈ ഒരു ഇക്വിറ്റിയുടെ ഈ ഒരു നമ്മൾ കാർവ് ഔട്ട് ചെയ്ത കമ്പനിയുടെ ഒരു പെർസെൻറ്റേജ് ഓഫ് ഇക്വിറ്റി പബ്ലിക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇഷ്യൂ നടത്തും. ഇനി ഇഷ്യൂ നടത്തുമ്പോൾ വി വിൽ ബി റിസീവിംഗ് എമൗണ്ട് വിൽക്കും. ഓഫൺ ജസ്റ്റ് ടെൽസ് ലെസ് ദാൻ 20% കുറവായിരിക്കും വിൽക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ 50% ലെസ് ആയിട്ട്. കാരണം മെജോറിറ്റി വിൽ ബി ഹോൾഡ് ബൈ ഹൂം, വിൽ ബി ഹെൽഡ് ബൈ ദി പാരന്റ് കമ്പനി. പാരന്റ് കമ്പനി ആയിരിക്കും മെജോറിറ്റി ഹെൽഡ് ചെയ്യുന്നുണ്ടാവുക, റിമൈനിങ് ആയിരിക്കും പബ്ലിക്കിന് ഓഫർ ചെയ്യുന്നുണ്ടാവുക. ഇനി സ്പിൻ ഓഫിലാണെന്നുണ്ടെങ്കിൽ അവിടെ പബ്ലിക് ഓഫറിംഗ് ഒന്നുമില്ല. ഈ സ്പിൻ ഓഫ് ചെയ്ത കമ്പനിയുടെ ഈ നേരത്തെ C ഡിവിഷന്റെ എൻറ്റയർ ഷെയർസും ഈ എക്സിസ്റ്റിംഗ് ഹോൾഡേഴ്സ് ആയിരിക്കും ഹോൾഡ് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ ഇക്വിറ്റി കാർവ് ഔട്ടിലാണെങ്കിൽ മെജോറിറ്റി അവർ ഹോൾഡ് ചെയ്യും, പക്ഷെ കുറച്ച് പബ്ലിക്കിന് ഓഫർ ചെയ്യും. അതുവഴി നമ്മൾക്ക് പൈസ റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈ സ്പിൻ ഓഫിൽ നമ്മൾക്ക് എക്സ്ട്രാ പൈസ ഒന്നും റിയലൈസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇഷ്യൂ നടത്തിയിട്ട് പൈസ നമുക്ക് കിട്ടുന്നില്ല. വി ആർ നോട്ട് റിസീവിംഗ് എനി പ്രൊസീഡ്സ് ക്യാഷ്, റൈറ്റ്? ബട്ട് ഇൻ ഇക്വിറ്റി കാർവ് ഔട്ട് വി ആർ റിസീവിംഗ് ക്യാഷ് ബൈ വേ ഓഫ് ഇഷ്യൂ ടു ദ പബ്ലിക്. ആർ യു ക്ലിയർ വിത്ത് ദ കോർപ്പറേറ്റ് സ്പിൻ ഓഫ് ആൻഡ് ഇക്വിറ്റി കാർവ് ഔട്ട്? ക്ലിയർ ആണോ? ഇക്വിറ്റി കാർവ് ഔട്ട് എന്താണെന്നും കോർപ്പറേറ്റ് സ്പിൻ ഓഫ് എന്താണെന്നും ക്ലിയർ ആണോ?
Yeah, okay. So this is regarding the business divestitures. Okay. So just a moment. Okay. So these are partial sell of assets, corporate spin-off and equity carve-out. ഇതാണ് നമ്മൾ ഡൈവേഴ്സ് ടീച്ചേഴ്സിൽ മെയിൻ ആയിട്ട് പഠിക്കാനായിട്ടുള്ള ടോപ്പിക്സ്. Then we have another thing, which is bankruptcy. അതോടുകൂടി നമ്മുടെ കോർപ്പറേറ്റ് റീസ്ട്രക്ചറിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള പോർഷൻ കഴിയാണ് ചെയ്യുന്നത്. നത്തിങ് എൽസ്. After that, നമ്മുടെ അടുത്ത ടോപ്പിക് ആണ് എന്ത്? International finance. And before going to that, there is one more simple thing which remains to be learned, which I will be teaching you today. I hope you could see this Word document, right? ഈ Word document കാണുന്നുണ്ടല്ലോ അല്ലേ? Right. Okay, okay. So the topic is bankruptcy. Bankruptcy നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. Hopefully you have learned. Bankruptcy means as a firm, അത് കൂടുതൽ ഡെറ്റ് യൂസ് ചെയ്തിട്ടുള്ള ഫേം അല്ലെങ്കിൽ ഹൈലി ലിവറേജ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി, ദേ വിൽ ബി വെരി വൾണറബിൾ ടു ദ ഫിനാൻഷ്യൽ ഡിസ്ട്രസ് ഓർ ഫിനാൻഷ്യൽ ലോസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിസ്ക് കൂടുതലായിട്ടിരിക്കും. റൈറ്റ്, ബിക്കോസ് ദേ ഹാവ് ടു മേക്ക് പേയ്മെന്റ്സ് ടു ദ ഡെറ്റ് ഹോൾഡേഴ്സ്. ഹൈലി ലിവറേജ്ഡ് ആയിട്ടുള്ള ഒരു ഫേം ആണെന്നുണ്ടെങ്കിൽ ദേ ഹാവ് ടു മീറ്റ് സർട്ടൻ ഫിക്സ്ഡ് ആയിട്ടുള്ള പേയ്മെന്റ്സ് റെഗുലർലി മീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. സോ ഫിനാൻഷ്യൽ ഡിസ്ട്രസ് വൾണറബിലിറ്റി വളരെ കൂടുതലാണ്. സോ എൻ്റെ ഒബ്ലിഗേഷൻസ് വരുമ്പോൾ ആ ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാനായിട്ടുള്ള ക്യാഷ് റിസോഴ്സസ് അഡിക്വേറ്റ് ആയിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബിക്കം ഇൻസോൾവൻസ്. ഇൻസോൾവൻസി എന്താണ്? ഇൻസോൾവൻസി is a term used which represents the inability of the firm to meet its debts, right? Inability of the company, for what purpose? To meet its obligations. എന്ത് ഒബ്ലിഗേഷൻ? ലോങ് ടേം ആസ് വെൽ ആസ് ഷോർട്ട് ടേം ഒബ്ലിഗേഷൻസ് ഉണ്ടെങ്കിൽ അത് മീറ്റ് ചെയ്യാൻ പറ്റാത്ത ആ ഒരു ഇനബിലിറ്റിനെയാണ് നമ്മൾ ഇൻസോൾവൻസി എന്ന് പറയുന്നുണ്ടാവുക. സപ്പോസ് ദ ഫേം ഈസ് നോട്ട് ഹാവിംഗ് ഇനഫ് ക്യാഷ് ടു മീറ്റ് ഇറ്റ്സ് ഒബ്ലിഗേഷൻസ്, ഇറ്റ് വിൽ ബി ഇൻസോൾവെന്റ് ആയിട്ട് മാറും. അല്ലാന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? ദർ ഇസ് ലീഗൽ ഇൻസോൾവൻസി. ഹാവ് യു ഹേർഡ് അബൌട്ട് ലീഗൽ ഇൻസോൾവൻസി? ലീഗൽ ഇൻസോൾവൻസി എന്താണ്? There is called legal insolvency. Legal insolvency means if the firm's liabilities exceeds its assets fair value, liabilities of the firm is exceeding, is greater than the ഫെയർ വാല്യൂ ഓഫ് അസെറ്റ്. ആ സെറ്റിന്റെ ഫെയർ വാല്യൂനെക്കാട്ടിയും ആ ലയബിലിറ്റീസ് എക്സീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? ദ ഫേം ഈസ് സെഡ് ടു ബി ലീഗലി ഇൻസോൾവെന്റ്. കാരണം ഈ അസെറ്റ് റിയലൈസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടാവുന്ന വാല്യൂ ആണ് അസെറ്റിന്റെ ഫെയർ വാല്യൂ. ആ ഫെയർ വാല്യൂ ഓഫ് അസെറ്റ്സിനെക്കാട്ടിയും നമ്മുടെ ലയബിലിറ്റീസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? വെർ ഇൻസോൾവെന്റ്. ഈ അസെറ്റ് നമ്മൾ വിറ്റാലും ഈ ലയബിലിറ്റീസിനെ ഫുൾ ആയിട്ട് പേ ഓഫ് ചെയ്യാൻ പറ്റില്ല. That particular situation is called insolvency, and it is specifically legal insolvency. So insolvency വരികയാണെന്നുണ്ടെങ്കിൽ what will happen? Creditors will file for insolvency അല്ലെങ്കിൽ bankruptcy proceedingsുമായിട്ട് creditors ഫയൽ ചെയ്യും. Then we will be വേറൊരു ടേമും കൂടെ നമുക്ക് പഠിക്കാനുള്ളത്, which is extension. Before going to that bankruptcy proceedings, I will be teaching you one term which is extension. This extension is a term. Extension means which is the agreement made by the creditors to postpone the maturity of the debtors' obligations is called an extension, which is an agreement which is made by. Agreement ആരുണ്ടാക്കുന്നതാണ്? Made by creditors. Creditors sign ചെയ്യുന്ന agreement അല്ലെങ്കിൽ creditors ഉണ്ടാക്കുന്ന ഒരു agreement ആണ്. For what? To postpone the maturity of the
ഒബ്ലിഗേഷൻ. ആ ഒബ്ലിഗേഷൻസിന്റെ മെച്ചൂരിറ്റീനെ പോസ്റ്റ്പോണ്ട് ചെയ്യാനായിട്ടുള്ള ഒരു എഗ്രിമെന്റിനെയാണ് എക്സ്റ്റൻഷൻ. സപ്പോസ് ഞാനൊരു ഡെറ്റർ ആണ്, ഐ ആം ഹാവിങ് എ ക്രെഡിറ്റ്, ഞാനൊരു ക്രെഡിറ്റർക്ക് പേ ചെയ്യണം. വാട്ട് ഐ ഹാവ് ടു പേ ഹിം 1 million, റൈറ്റ്? ഐ ഹാവ് ടു പേ ഹിം വാട്ട് $1 million. ദാറ്റ് മസ്റ്റ് ബി പെയ്ഡ് ഫോർ ഒരു 5 years പേ ചെയ്യേണ്ടതാണെന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ദ ക്രെഡിറ്റർ ഡു? ഈ ഒരു എഗ്രിമെന്റ് പ്രകാരം ഈ 5 years ഉള്ള മെച്ചൂരിറ്റി എന്ത് ചെയ്യും? ഹി വിൽ ബി എക്സ്റ്റെൻഡിങ് ഇറ്റ് ടു ഒരു 7 years ആയിട്ട് കൂട്ടിയെന്നോ അല്ലെങ്കിൽ 7 to 8 years ആയിട്ട് കൂട്ടിയെന്ന് കരുതുവോ? ദാറ്റ് ഇസ് കോൾഡ് എക്സ്റ്റെൻഷൻ. ഇതെന്താ ചെയ്യുന്നത്? എനിക്ക് 5 yearsനുള്ളിൽ അത് പേ ഓഫ് ചെയ്യാനായിട്ടുള്ള എബിലിറ്റി ഇല്ല, സോ ഹി വിൽ ബി ഒരു എക്സ്റ്റൻഷൻ എനിക്ക് പ്രൊവൈഡ് ചെയ്യും. അതാണ്, അല്ലെങ്കിൽ എൻ്റെ മെച്ചൂരിറ്റിനെ പോസ്റ്റ്പോണ്ട് ചെയ്യാനായിട്ട് ഒരു അഗ്രിമെന്റ് സൈൻ ചെയ്യും. ദാറ്റ് ഇസ് കോൾഡ് എക്സ്റ്റൻഷൻ. ദെൻ നെക്സ്റ്റ് വൺ ഇസ് വോളണ്ടറി ലിക്വിഡേഷൻ. സോ കുഞ്ഞു ടേംസ് ആണ് കേട്ടോ. സോ വോളണ്ടറി ലിക്വിഡേഷൻ എന്താണ്? ഈ വോളണ്ടറി ലിക്വിഡേഷൻ, voluntary liquidation is a self liquidation of a company without filing bankruptcy. ബാങ്ക്രപ്സി ഡിക്ലെയർ ചെയ്യാതെ കമ്പനി തന്നെ സ്വയം ലിക്വിഡേറ്റ് ചെയ്യുന്നതാണ് എന്ത്? വോളണ്ടറി ലിക്വിഡേഷൻ എന്ന് പറയുന്നുണ്ടാവുക. ഇറ്റ് ഈസ് voluntarily orderly liquidation of a company without declaring bankruptcy. ബാങ്ക്രപ്സി ഡിക്ലെയർ ചെയ്യാതെ അല്ലെങ്കിൽ ഇൻസോൾവൻസി ഡിക്ലെയർ ചെയ്യാതെ കമ്പനി സ്വയം ഒരു ബിസിനസ് നിർത്താൻ തീരുമാനിച്ചു അല്ലെങ്കിൽ അതിനെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു എന്നുണ്ടെങ്കിൽ ഹി വിൽ ബി ലിക്വിഡേറ്റിംഗ് ദാറ്റ് ബിസിനസ്. ആ ഒരു കമ്പനി ലിക്വിഡേറ്റ് ചെയ്ത് വിടും. ദാറ്റ് ഈസ് വോളണ്ടറി ലിക്വിഡേഷൻ വിത്തൗട്ട് ഡിക്ലെയറിംഗ് bankruptcy. Liquidating without declaring bankruptcy. I hope you are taking the lecture notes. So I am providing certain points ആയിട്ടാണ് പറയുന്നത്. It's for your convenience. Right. Without declaring bankruptcy. Next term it is bankruptcy. We are going to deal with bankruptcy. Bankruptcy എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. Right. നമ്മുടെ മെയിൻ. So what is bankruptcy? Bankruptcy means when we become insolvent, the creditors അല്ലെങ്കിൽ company bankrupt ആയിട്ട് file ചെയ്യും, which means that the value of a liability is exceeding the fair value of the assets. So we will be legally insolvent and we will be declared what? Bankruptcy. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് അങ്ങനെ ഒരു ഇൻസോൾവൻസി പ്രൊസീഡിങ്സ് വരികയാണെന്നുണ്ടെങ്കിൽ വി വിൽ ബി അപ്രോച്ചിങ് ദ ക്രെഡിറ്റേഴ്സിനൊക്കെ അപ്രോച്ച് ചെയ്തിട്ട് നമ്മൾ അവരുമായിട്ട് ഡിസ്കഷൻസ് ഒക്കെ നടത്തിയിട്ട് കുറച്ചൊക്കെ എന്താ പറയുക ഇളവ് ചെയ്ത് തരണമെന്നോ ഡിഡക്ട് ചെയ്ത് തരണമെന്നൊക്കെ പറഞ്ഞിട്ട് ആഫ്റ്റർ എല്ലാ അറ്റംപ്സും അൺസക്സസ്ഫുൾ ആണ് അല്ലെങ്കിൽ എല്ലാ അറ്റംപ്സും കഴിഞ്ഞിട്ട് സക്സസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഡിക്ലെയറിംഗ് ബാങ്ക്രപ്റ്റ് ആയിട്ട് അതിനെ ഡിക്ലെയർ ചെയ്യും. So when you are declaring bankrupt, what will happen? 2 sections will be applicable to you. As per the SEC rules അല്ലെങ്കിൽ company laws പ്രകാരം 2 sections will be applicable to you, which is called chapter 11. Chapter 11 ഉണ്ട്, chapter 7 ഉണ്ട്. This chapter 11 will be dealing with reorganization. Reorganization ആയിരിക്കും ഡീൽ ചെയ്യുന്നുണ്ടായിരിക്കുക. Next is chapter 7. ഈ ബാങ്ക്രപ്സിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. chapter 7 is dealing with liquidation. Once you become bankrupt, these 2 sections will be applicable. One is chapter 11 reorganization and chapter 7 liquidation. So this bankruptcy filing may be voluntary or involuntary. Voluntary ആയിട്ട് ഒരു കമ്പനിക്ക് എല്ലാ അറ്റംപ്സും അൺസക്സസ്ഫുൾ ആയിട്ട് സ്വയമേ ബാങ്ക്രപ്സി ഡിക്ലെയർ ചെയ്യാം അല്ലെങ്കിൽ ഫയൽ ചെയ്യാം. അല്ലാന്നെങ്കിൽ ഇൻവോളണ്ടറി ആയിരിക്കാം. കമ്പനിക്ക് അൺസക്സസ്ഫുൾ ആണ്, ബട്ട് ക്രെഡിറ്റേഴ്സിന് ഷുവർ ഒന്നുമില്ല. അപ്പൊ ക്രെഡിറ്റേഴ്സ് ക്യാൻ ഗോ ആൻഡ് ഫയൽ എ ബാങ്ക്രപ്സി അഗെയിൻസ്റ്റ് ദ കമ്പനി. അങ്ങനെയും വോളണ്ടറി ഓർ ഇൻവോളണ്ടറി ആയിട്ടും അത് ഹാപ്പൻ ചെയ്യാം. ഇനി ബാങ്ക്രപ്സി ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ I have told you 2 sections will be applicable. What are they? Chapter 11 and chapter 7. ഫസ്റ്റ് എന്താണ്? റീഓർഗനൈസേഷൻ ആണ്. റീഓർഗനൈസേഷൻ ആ പേരിൽ തന്നെയുണ്ട്. നമ്മൾ ആദ്യം ലിക്വിഡേറ്റ് ചെയ്ത് കമ്പനിയൊക്കെ വിൽക്കുന്നതിന് പകരമായിട്ട് വി വിൽ ബി മേക്കിംഗ് ക്യാരി ഓൺ വിത്ത് ദി അറ്റംപ്റ്റ് ഓഫ് റീഓർഗനൈസേഷൻ. കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ അല്ലെങ്കിൽ ഒന്ന് റീഹാബിലിറ്റേഷൻ പ്രൊസീഡിങ്സ് നടത്തും. അതായത് വി വിൽ ബി ട്രൈങ് ടു മേക്ക് ചേഞ്ചസ് ടു ദ ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്യാപിറ്റൽ സ്ട്രക്ചറിന് ചേഞ്ചസ് വരുത്തിയിട്ടൊക്കെ നോക്കും, അല്ലെങ്കിൽ ഒരു റീഹാബിലിറ്റേഷൻ മെഷേഴ്സ് ഒക്കെ അവിടെ അണ്ടർടേക്ക് ചെയ്യും. ഇനി ഇക്വിറ്റിയും അല്ലെങ്കിൽ ലിമിറ്റഡ് ഇൻകം സെക്യൂരിറ്റീസിനൊക്കെ നമ്മൾ ഫിക്സ്ഡ് ഇൻകം സെക്യൂരിറ്റീസ് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും.
അല്ലെങ്കിൽ ലിക്വിഡേഷന് മുമ്പ് തന്നെ നമ്മൾ എല്ലാം അവസാനിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു വഴിയുണ്ടോ എന്ന് തിരയില്ലേ, ആ സെയിം കാര്യമാണ് അവിടെ നടക്കുന്നത്. ബിഫോർ ലിക്വിഡേറ്റിംഗ് വി വിൽ ബി ട്രൈങ് വിത്ത് കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ ഒക്കെ റീഓർഗനൈസ് ചെയ്ത് റീസ്ട്രക്ചർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നോക്കും. വെദർ ഈ റീഓർഗനൈസേഷൻ നമ്മുടെ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോയിൽ മാറ്റം വരുത്തിയാൽ എന്തെങ്കിലും ഉണ്ടാവുമോ, അല്ലെങ്കിൽ അവക കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തതിന് ശേഷം മാത്രമേ വാട്ട് വിൽ വി ഡു, വി വിൽ ബി ഗോയിങ് ഫോർ ലിക്വിഡേഷൻ. ആൻഡ് ഈ റീഓർഗനൈസേഷൻ പ്ലാന് നമ്മൾ ഉണ്ടാക്കിയിട്ട് വി വിൽ ബി ഡ്രോയിങ് എ റീഓർഗനൈസേഷൻ പ്ലാൻ ആൻഡ് ദാറ്റ് വിൽ ബി ഫയൽഡ് വിത്ത് ദ കോർട്ടിൽ നമ്മൾ ഫയൽ ചെയ്യും. ഫോർ ഹൗ മെനി ഡേയ്സ്, ആ റീഓർഗനൈസേഷൻ ഡിക്ലെയർ ചെയ്തിട്ട് 120 ഡേയ്സിനുള്ളിൽ നമ്മൾ ആ റീഓർഗനൈസേഷൻ പ്ലാൻ ബാങ്ക്രപ്സി ഡിക്ലെയർ ചെയ്തിട്ട് 120 ഡേയ്സിനുള്ളിൽ നമ്മൾ റീഓർഗനൈസേഷൻ പ്ലാൻ കോർട്ടിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഈ റീഓർഗനൈസേഷൻ പ്ലാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദ സ്റ്റോക്ക് ഹോൾഡേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് ഓഫ് ദ കമ്പനി മസ്റ്റ് അപ്രൂവ് ദാറ്റ് റീഓർഗനൈസേഷൻ പ്ലാൻ. ഇനി ഓരോ ക്ലാസ് ഓഫ് ക്രെഡിറ്റേഴ്സും സെപ്പറേറ്റ്ലി അതിനെ അപ്രൂവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഈ പ്ലാന് ഫെയർ ആയിരിക്കണം. It must be equitable, it must be feasible. Like e reorganization plan, after declaring bankruptcy, the company first will be filing a reorganization plan with the court within 120 days of declaring bankruptcy, and that reorganization plan needs to be approved by the shareholders and the creditors. Every class of shareholders or creditors must approve this reorganization plan, and that reorganization plan must be fair, it must be equitable and feasible too. ഓക്കെ, ഇനി റീഓർഗനൈസേഷൻ പ്ലാൻ സക്സസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, ദ കമ്പനി ബാങ്ക്രപ്സിയിൽ നിന്ന് കമ്പനി കരകയറി, ഇനി ബാങ്ക്രപ്സി ഒന്നും ആവശ്യമില്ല, ഇനി ഓപ്പറേഷൻസ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇഫ് ഇനി ഈ റീഓർഗനൈസേഷനും കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, റീഓർഗനൈസേഷൻ പ്ലാൻ സ്റ്റോക്ക് ഹോൾഡേഴ്സ് അപ്രൂവ് ചെയ്തില്ല, ക്രെഡിറ്റേഴ്സ് അപ്രൂവ് ചെയ്തില്ല, കോർട്ടിൽ പ്രസന്റ് ചെയ്തിട്ട് കോർട്ടും അപ്രൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വി കനോട്ട് മൂവ് ഔട്ട് വിത്ത് ദ റീഓർഗനൈസേഷൻ. നെക്സ്റ്റ് വി വിൽ മൂവ് ടു വാട്ട്, വി വിൽ ബി മൂവിങ് ടുവേർഡ്സ് ദ ലിക്വിഡേഷൻ. നമ്മൾ ലിക്വിഡേഷനിലോട്ടാണ് പോകുന്നുണ്ടായിരിക്കുക. വാട്ട് ഇസ് ലിക്വിഡേഷൻ? We will be realizing all the assets of the company and we will be settling all the creditors in assets in ഒക്കെ realize ചെയ്ത് വിറ്റിട്ട് we will be receiving the proceeds, and that proceeds will be used to liquidate the company or settle off the creditors ne settle ചെയ്യും. If anything remains, it will be distributed to the shareholders. Usually ഒന്നും remain ചെയ്യില്ല, because the company is already bankrupt ആയിരിക്കും. സോ ക്രെഡിറ്റേഴ്സിന് നമ്മളൊരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് നമ്മൾ അതിനെ വീതിച്ചു കൊടുക്കും. then we will be liquidating our organization because reorganization efforts have failed. Clear? ഇനി ലിക്വിഡേഷൻ പ്രൊസീഡിങ്സ് നടത്തുന്നുണ്ടാവുക കമ്പനി ആയിരിക്കില്ല. വൺസ് ദിസ് ബാങ്ക്രപ്സി ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഒരു കോർട്ടായിരിക്കും അതിനെ എന്താ പറയുക ഓവർസീ ചെയ്യുന്നുണ്ടായിരിക്കുക. The bankruptcy judge will appoint an interim trustee, or interim trustee appoint ചെയ്യും. That will be carrying on with the proceedings of the liquidations. ഈ കമ്പനിക്ക് വേണ്ടിയിട്ട് ഒരു എന്താ പറയുക കോർട്ട് അപ്പോയിന്റ് ആയിട്ടൊരു ട്രസ്റ്റി ആയിരിക്കും, അയാളായിരിക്കും ലിക്വിഡേഷൻ പ്രൊസീഡിങ്സ് ഒക്കെ ഓവർസീ ചെയ്യുന്നുണ്ടായിരിക്കുക. Clear? Is it clear? Okay, so this is regarding the bankruptcy. Insolvency എന്താന്ന് പഠിച്ചു. ബാങ്ക്രപ്സി വരികയാണെന്നുണ്ടെങ്കിൽ 2 sections will be applicable to you, chapter 11 and chapter 7. The bankruptcy can be filed both voluntarily and involuntarily. If bankruptcy is filed, the first step is moving forward to chapter 11, reorganization. In the reorganization, a reorganization plan will be formulated by the company or drawn by the company by securing the approval of the shareholders as well as the creditors, and will be presented within the court within 120 days of declaring bankruptcy. And that reorganization plan must be fair, equitable, and it must be feasible. Everything, every class of creditors must approve it. Every stakeholders must be treated fairly and equitably. And കമ്പനിയുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻസിനെയും കൂടെ കൺസിഡർ ചെയ്യുന്നതായിരിക്കണം ആ ഒരു എന്താ പറയുന്നത് ആ ഒരു റീഓർഗനൈസേഷൻ പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ഇഫ് ദ കോർട്ടിനാണ് നമ്മൾ പ്രസന്റ് ചെയ്തിട്ടുള്ളത്, ദ കോർട്ട് ഫൈൻഡ്സ് ദാറ്റ് പ്ലാൻ ടു ബി ഫെയർ, ഇക്വിറ്റബിൾ ആൻഡ് ഫീസിബിൾ. സോ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ദ കോർട്ട് വിൽ സജസ്റ്റ് us, okay, you go ahead with the plan എന്ന് പറയും.
ഇങ്ങനെ കോർട്ട് ആ ഒരു പ്ലാനിനെ ഫെയർ ആയി, ഇക്വിറ്റബിൾ ആയി, അല്ലെങ്കിൽ ഫീസിബിൾ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് നമ്മുടെ ക്രെഡിറ്റേഴ്സ് അതിനെ അപ്രൂവ് ചെയ്തില്ല എന്ന് വിചാരിക്കുക. ദ കോർട്ട് ക്യാൻ ഫോഴ്സ്, ആ കോർട്ടിന് ഇമ്പോസ് ചെയ്യാനായിട്ട് റൈറ്റ് ഉണ്ട്. ക്രാം ഡൗൺ ദ റീഓർഗനൈസേഷൻ പ്ലാൻ അപ്പോൺ ദ ക്രെഡിറ്റേഴ്സ്. ഇനി നമ്മൾ റീഓർഗനൈസേഷൻ പ്ലാൻ കൊണ്ടുവന്നു, ദാറ്റ് ഇസ് ഫെയർ ആണ്, ഇക്വിറ്റബിൾ ആണ്, ഫീസിബിൾ ആണെന്ന് കോർട്ടിന് മനസ്സിലായി. ദ കോർട്ട് was convinced with the equitability, fairness and feasibility of that reorganization plan, and if the creditors is not approving that, creditors adine approve cheyyunnilla ennundengil, the court will impose those plan, ആ plan impose cheyyanaയിട്ടുള്ള റൈറ്റ് കോർട്ടിന് ഉണ്ട്. So and if this reorganization proceeding successful ആണെന്നുണ്ടെങ്കിൽ the company will go out of bankruptcy നിന്ന് company പുറത്തു വരും, and the company can operate normally. And if the reorganization plan is not successful, the next is going forward with chapter 11, which deals with liquidation എന്താ പറയുന്നുണ്ടാവുക? കമ്പനിക്ക് സക്സസ്ഫുള്ളി ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് യാതൊരു സ്കോപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ liquidation is the only possibility. So all the rehabilitation, all the reorganization measures have failed, only one remains, is the liquidation. And the bankruptcy judge, our court judge, will be appointing an interim trustee, and that trustee will be meeting with the creditors ആയിട്ട് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യും. And in the creditors meeting, ആ ക്രെഡിറ്റേഴ്സ് ഈ ഒരു ഇന്ററിം ട്രസ്റ്റിനെ റീപ്ലേസ് ചെയ്തിട്ട് വേറൊരു ട്രസ്റ്റിനെ അവർക്ക് അപ്പോയിന്റ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഈ കോർട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ട്രസ്റ്റിനെ തന്നെ കീപ്പ് ചെയ്യാവുന്നതാണ്. So what is actually, the court will be appointing an interim trustee. That interim trustee will be meeting with the ക്രെഡിറ്റേഴ്സുമായിട്ട് മീറ്റ് ചെയ്യും, ക്രെഡിറ്റേഴ്സിന് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യും. ഇനി ആ മീറ്റിംഗിൽ ക്രെഡിറ്റേഴ്സിനെ വേറെ ട്രസ്റ്റിനെ അപ്പോയിന്റ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ കോർട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ഈ ട്രസ്റ്റിനെ തന്നെ കീപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ട്രസ്റ്റിയുടെ മെയിൻ ഡ്യൂട്ടി ആയിരിക്കും അസറ്റ്സിനൊക്കെ വിൽക്കുക, എന്നിട്ട് ആ പ്രൊസീഡ്സ് ക്രെഡിറ്റേഴ്സിന് കൊടുക്കുക. ഓക്കെ, ആൻഡ് ഇനി സോ ഒരു പ്രയോറിറ്റി ഓഫ് ലിക്വിഡേഷൻ ഉണ്ടായിരിക്കും. ലൈക്ക് ആദ്യം സെക്യൂർഡ് ആയിട്ടുള്ള ഡെറ്റേഴ്സിനെ എടുക്കും, പിന്നെ അൺസെക്യൂർഡ് ആയിരിക്കും, പിന്നെ പ്രിഫറൻസ് ഷെയർസ് ആയിരിക്കും, ദെൻ ഓൺലി കോമൺ ഷെയർ ഹോൾഡേഴ്സ്. സോ നമ്മുടെ കമ്പനിയുടെ അസറ്റ്സ് എല്ലാം വിറ്റ് ക്രെഡിറ്റേഴ്സിനെല്ലാം സെറ്റിൽ ചെയ്തിട്ട് ഇഫ് എനിത്തിങ് റിമെയിൻസ് വിൽ ബി പെയ്ഡ് ടു ദി കോമൺ ഷെയർ ഹോൾഡേഴ്സിന് എനിത്തിങ് റിമെയിൻസ് അതുണ്ടെങ്കിൽ മാത്രമേ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുള്ളൂ. ഇനി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിൽ ഫസ്റ്റ് ക്ലെയിം ആർക്കായിരിക്കും കിട്ടുന്നുണ്ടാവുക? ഇറ്റ് വിൽ ബി ടുവേർഡ് ദ preference shareholdersനായിരിക്കും. Clear? So by that we have completed our topic corporate restructuring. The next tomorrow we will be moving on with the questions from this corporate restructuring, and we will be discussing our next portion, which is international finance. International finance നമ്മൾ ഓൾറെഡി കുറച്ച് പോർഷൻ ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്പെഷ്യൽ ഇഷ്യൂസ് സെക്ഷൻ എയിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസിലെ സ്പെഷ്യൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞ ഒരു പോർഷനിൽ കുറച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബട്ട് കുറച്ച് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ലൈക്ക് ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ്സും കാര്യങ്ങളും അതിന്റെ ഇമ്പാക്ട്സ് ഒക്കെ നമ്മൾ കുറച്ച് ഡിസ്കസ് ചെയ്യും. സോ ദാറ്റ്സ് ആഫ്റ്റർ ദാറ്റ് അവർ ഇന്റർനാഷണൽ അതോടുകൂടി മേ ബി ബൈ ടുമോറോ ഓർ ഡേ ആഫ്റ്റർ ടുമോറോ വിത്തിൻ 2 days നമ്മുടെ ഇന്റർനാഷണൽ ഫിനാൻസ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഫിനാൻസ് എന്ന് പറഞ്ഞ സെക്ഷൻ കഴിയുന്നതാണ്. And do you have any doubts regarding the topics discussed today? Do you have any doubts? Hello, are you guys listening to me? നിങ്ങൾ കേൾക്കുന്നുണ്ടോ? Do you require any clarifications from any area discussed? ഇവിടെ ഡിസ്കസ് ചെയ്ത് എന്തെങ്കിലും ഒരു ഏരിയയിൽ നിന്ന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? No doubts. Doubts ഒന്നുമില്ല. So everything okay. So please don't forget to revise it from your home. വീട്ടിൽ നിന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. And please work out some problems from this area too. So tomorrow we will be dealing with the international finance session. After that രണ്ടും കൂടെ ചേർത്തിട്ട് പ്രോബ്ലംസ് നമ്മൾക്ക് ഒരുമിച്ച് ചെയ്യാവുന്നതാണ്. നത്തിങ് സ്പെഷ്യൽ വർക്ക്ഔട്ട് ചെയ്യേണ്ട പ്രോബ്ലംസ് ഒന്നുമില്ല ഈ ഒരു സെക്ഷനിൽ നിന്ന്. ബിസിനസ് കോമ്പിനേഷൻസിൽ നിന്ന് വി ഓൺലി ഹാവ് തിയറി ക്വസ്റ്റ്യൻസ് മാത്രമേ ആ ഒരു പോർഷൻസ് ഉള്ളൂ. റൈറ്റ്. So tomorrow we will be learning the topic international finance. So please
have ആ ഒരു international portion finance portions ഒന്ന് refer ചെയ്തിട്ട് വരിക. It will be very useful for you in listening the tomorrow's class. Right. So can we wind up our today's session? Okay. Okay, so let's wind up our today's session. So thank you guys. Thank you for your patient listening, and good evening and all the best. Have a nice day. Thank you. Thank you all.